ഹലോ ഫ്രണ്ട്സ്, പ്രേമം സീരീസിൻ്റെ 316 അധ്യായം മുതൽ 320 അധ്യായം വരെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യണേ. അധ്യായം 316, ഒരു പുതിയ തുടക്കം. 2 ദിവസത്തെ ഹോട്ടൽ താമസത്തിനു ശേഷം ലാവണ്യ അവളുടെ ബന്ധുവായ ധീരജിൻ്റെ വീട്ടിലേക്ക് താമസം മാറി. അവനിഷ്ടമല്ലായിരുന്നുവെങ്കിലും അവൾക്കപ്പോൾ പോകാൻ മറ്റൊരിടമുണ്ടായിരുന്നില്ല. അവൻ്റെ വീട് ഒളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. സിദ്ധാർത്ഥിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. ഹേമന്ത് അവളെ വിളിച്ചിരുന്നു, പക്ഷേ അവളെ സമീപിക്കാനുള്ള അവൻ്റെ എല്ലാ ശ്രമങ്ങളും അവൾ നിരസിച്ചു. ലാവണ്യയുടെ ഹൃദയത്തിൽ നിരാശയും ആശങ്കയും നിറഞ്ഞു. എന്തായാലും ഹേമന്തിൻ്റെ മുന്നിൽ നിൽക്കാൻ അവൾക്ക് കഴിയില്ല. അവനെ എങ്ങനെ അഭിമുഖീകരിക്കും? അവൾ കളിയാക്കുമെന്നറിയാം. സിദ്ധാർത്ഥിൻ്റെ ഭാര്യയാകാൻ ഒരുങ്ങി നിന്നിട്ട് ഇങ്ങനെ സംഭവിച്ച ശേഷം അവൻ എന്താവും എന്നെപ്പറ്റി കരുതുക? അവൾ വിചാരിച്ചു. മറ്റുള്ളവരുടെ പരിഹാസ നോട്ടങ്ങൾ ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി. സിദ്ധാർത്ഥിനോടും നീലിമയോടുമുള്ള അവളുടെ വെറുപ്പ് കൂടുതൽ തീവ്രമായി. അവരോടുള്ള അവളുടെ ദേഷ്യം ഇപ്പോൾ ഒരിക്കലും മാറ്റാനാവാത്ത അത്രയും ഉണ്ടായിരുന്നു. അവളുടെ കുടുംബാംഗങ്ങളും അവളെ അന്വേഷിച്ച് നടന്നു, പക്ഷേ അവൾ അവരെല്ലാം ഒഴിവാക്കി. ഇനി അവരെ ആരെയും നേരിടാൻ കഴിയില്ലെന്ന് അവൾക്ക് ശരിക്കും തോന്നി. അച്ഛനും അമ്മയും എല്ലാവരും കാരണം ഞാൻ നാണം കെടേണ്ടി വന്നല്ലോ എന്നതായിരുന്നു അവളുടെ പ്രധാന പ്രശ്നം. എന്നെ ഇങ്ങനെ നാണം കെടുത്തിയതിന് ഞാൻ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. നിന്നെ കാണാൻ ഞാൻ ഒരിക്കലും വരില്ല സിദ്ധാർത്ഥേ. അതിനു മുൻപ് ഞാൻ നിന്നേക്കാൾ ഉയരത്തിലേക്ക് എത്തും. എന്നിട്ട് നീ ഒന്നുമല്ലാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അന്ന് ഞാൻ നിന്നെ കാണാൻ വരും. അന്ന് നിനക്ക് ഈ പദവിയും സ്വത്തും ഒന്നും ഉണ്ടാവില്ല. നീലിമയെ വിവാഹം കഴിച്ച കാര്യമോർത്ത് നീ എന്നെങ്കിലും ദുഃഖിക്കും, ലാവണ്യ സ്വയം പറഞ്ഞു. ലാവണ്യയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. പലപ്പോഴും അവൾ തളർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അതിനാൽ അവൾ കൂടുതൽ ശക്തി ആർജിക്കാൻ ശ്രമിച്ചു. ആരും തന്നെ കണ്ടെത്താതെ ഇരിക്കാൻ വേണ്ടി അവൾ ഫോൺ നമ്പർ മാറ്റി. എന്നാൽ അതിനു മുൻപ് അമ്മ അവളെ വിളിച്ചിരുന്നു. അമ്മയോട് വല്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു. അത് കാരണം കൊണ്ട് തന്നെയാണ് അവൾ നമ്പർ മാറ്റിയത്. അമ്മയും അച്ഛനും തന്നോട് ദേഷ്യപ്പെടുമായിരുന്നു അവളുടെ ഇപ്പോഴത്തെ ഭയം. ലാവണ്യയ്ക്ക് ശരിക്കും വല്ലാത്ത വേവലാതി തോന്നി. വിശ്വനാഥിൻ്റെ കുടുംബവുമായി ലാവണ്യയുടെ കുടുംബത്തിനുണ്ടാക്കാമായിരുന്ന ബിസിനസ് നേട്ടങ്ങൾ കൂടിയാണ് ഈ വിവാഹത്തിൻ്റെ പരാജയത്തോടെ നഷ്ടമായത്. അതോർത്തപ്പോൾ അവൾക്ക് കൂടുതൽ ആദി തോന്നി. ലാവണ്യയുടെ അച്ഛൻ ഇത്രയും കാലം ആസൂത്രണം ചെയ്തതുപോലെ ഒന്നും സംഭവിക്കാത്തതിൽ അച്ഛന് തന്നോട് നല്ല ദേഷ്യമുണ്ടാകുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് അവരുടെ ഫോൺ കോൾ എടുക്കാൻ പേടി തോന്നിയത്. കാരണം അച്ഛൻ തന്നോട് എങ്ങനെ പെരുമാറുമെന്ന് അവൾക്കറിയില്ല. അയാൾ ബിസിനസ് നേട്ടങ്ങൾ മാത്രം നോക്കുന്ന ഒരാളാണ്. പലപ്പോഴും അവളുടെ കാര്യം പോലും അയാൾ മറക്കുന്നതും അത്തരം ബിസിനസ് നേട്ടങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം അയാൾ അത്ര ലാഘവത്തോടെ എടുക്കാൻ വഴിയില്ല. അതോർത്തപ്പോൾ അവളുടെ പേടി ഒന്നുകൂടി വർദ്ധിച്ചു. ഇതിനെല്ലാം പുറമെ തൻ്റെ കുടുംബത്തിനും താൻ കാരണം അനുഭവിച്ച നാണക്കേട് ഓർത്തായിരുന്നു അവളുടെ വിഷമം മുഴുവൻ. ഒന്നും വേണ്ടായിരുന്നില്ലെന്ന് അവൾക്ക് ഇപ്പോൾ തോന്നി തുടങ്ങി. ഇതിനെല്ലാം കാരണം നീലിമയാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. നീലിമ സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിൽ വരാതിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് ലാവണ്യ ചിന്തിച്ചു. നീലിമ വന്നതിന് പിന്നാലെയാണ് സിദ്ധാർത്ഥിൻ്റെ സ്വഭാവത്തിൽ മാറ്റം തുടങ്ങിയത്. അതെല്ലാം ഓർത്തപ്പോൾ അവൾക്ക് അങ്ങനെ ടാക്സിയിലിരുന്നു. ആ യാത്രയ്ക്കൊടുവിൽ അവൾ ധീരജിൻ്റെ വീടിന് മുന്നിൽ വണ്ടി ചെന്നിറങ്ങി. ധീരജ് അവളെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ അവളുടെ രൂപം പതിഞ്ഞു. അവളുടെ ശരീരത്തിലേക്കാണ് അവൻ ആദ്യം നോക്കിയത്. ലാവണ്യ പക്ഷെ അത് ശ്രദ്ധിച്ചിരുന്നില്ല. അവൻ ചെന്ന ഉടനെ ധീരജ് പുറത്തേക്ക് വന്ന് അവളെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. ഹേയ് ലാവണ്യ, എത്ര കാലമായി കണ്ടിട്ട്? നീ എന്നെയെല്ലാം മറന്നെന്നാണ് ഞാൻ കരുതിയത്, അവൻ പറഞ്ഞു. അങ്ങനെ ചോദിക്കുമ്പോഴും അവൻ തൻ്റെ ശരീരത്തിലാണ് നോക്കുന്നതെന്ന് ലാവണ്യയ്ക്ക് മനസ്സിലായി. പക്ഷേ അപ്പോൾ അവൾ അവൻ്റെ ആ നോട്ടം പൂർണ്ണമായും അവഗണിച്ചു. കാരണം ആ സമയത്ത് അവൾക്ക് അവനെ കൂടി വെറുപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ തന്നെ മറ്റാരുടെയും സഹായമില്ലാതെയാണ് അവൾ അവിടേക്ക് വന്നതും. അതുപോലെ തന്നെ പരിചയമുള്ള ആളുകൾ ആ സിറ്റിയിൽ നിരവധി ഉള്ളതുകൊണ്ട് അവരൊന്നും കാണാതെ മാറി താമസിക്കാൻ ഒരു സ്ഥലവും അവൾക്ക് പെട്ടെന്ന് കിട്ടാനിടയില്ല. എല്ലാം കൊണ്ടും ധീരജിൻ്റെ വീടാണ് തനിക്കിപ്പോൾ താമസിക്കാൻ പറ്റിയ സ്ഥലമെന്ന് ലാവണ്യയ്ക്ക് അറിയാമായിരുന്നു. അവൾ അങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. ഈ സമയം ലാവണ്യെ വശീകരിക്കാനും അവളുടെ കയ്യിൽ പിടിച്ച് അവളെ തഴുകാനും ധീരജ് ആഗ്രഹിച്ചു. പക്ഷേ അവൻ സ്വയം വിലക്കി. അയാൾക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ എന്തോ ഒരു ഭയം തോന്നി. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്തായാലും നീ വന്നുവല്ലോ, വാ അകത്തേക്ക് പോ. അവൻ അവളെ ക്ഷണിച്ചു. അവൻ വളരെ ശാന്തനായാണ് പെരുമാറിയത്. ഈ പെരുമാറ്റം ലാവണ്യെ ആശങ്കയിലാക്കി. കാരണം പണ്ട് ധീരജ് എപ്പോൾ കണ്ടാലും തൻ്റെ ദേഹത്ത് തൊടാനും കെട്ടിപ്പിടിക്കാനും മറ്റുമായി വരാറുണ്ട്. എന്നാൽ ഇപ്പോൾ അവൻ വളരെ മാന്യനായാണ് പെരുമാറുന്നത്. അവസാനം അവനെ കണ്ടപ്പോഴും അവൻ തന്നോട് മോശമായി എന്ത് പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ? അവൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ചിന്തിച്ചു. അവൾക്ക് പൊതുവെ ധീരജിനെ ഇഷ്ടമില്ല. അവൾ ഇതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൾക്കപ്പോൾ ആ വീട്ടിൽ മറ്റാരോ ഉണ്ടെന്ന് അവൾ ശ്രദ്ധിച്ചിരുന്നു. ഒരു മനുഷ്യൻ അവർ ഇപ്പോൾ വന്ന തറയിലിരിക്കുന്ന മുറിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു.
അവൻ അതീവ സുന്ദരനായിരുന്നു. അയാൾ അവനെ മാന്യനായാണ് കാണപ്പെട്ടത്. അവനെ കണ്ടാൽ തന്നെ അവൻ ഒരുപാട് സമ്പത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുമായിരുന്നു. അത്രയും സുന്ദരനായ ഒരാളെ അടുത്ത് ഒന്നും ലാവണ്യ കണ്ടുമുട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ കണ്ണെടുക്കാതെ അയാളെ തന്നെ നോക്കി നിന്നു. അവൾ തൻ്റെ ചെറുപ്പകാലം മുതൽ ധാരാളം യുവാക്കളെയും ധനികരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം അയാൾ വ്യത്യസ്തനായിരുന്നു. അത്രയും സുന്ദരനായതുകൊണ്ട് തന്നെ ലാവണ്യ അവനെ വല്ലാത്തൊരു ആകർഷണത്തോടെയാണ് നോക്കിയത്. അയാളോടുള്ള അവളുടെ താല്പര്യം വർദ്ധിച്ചു കൊണ്ടിരുന്നു. അയാൾ അവിടെ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ അവൾ നിർവികാരമായി ചിരിച്ചു. ഇതാരാ? ഞാൻ മുൻപ് കണ്ടിട്ടില്ലല്ലോ. ലാവണ്യ വളരെ ആകാംക്ഷയോടാണ് അങ്ങനെ ചോദിച്ചത്. അവൾക്ക് തക്കത്തിൽ അയാളെ പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ ശ്രദ്ധേയമായൊരു തിളക്കം മിന്നിമറിഞ്ഞു. ഓ ക്ഷമിക്കണം, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് സിറ്റി ടേക്കിൽ നിന്നുള്ള ജഗൻ വർമ്മയാണ്. എൻ്റെ ഒരു സുഹൃത്താണ്. ധീരജ് പെട്ടെന്ന് മറുപടി പറഞ്ഞു. പിന്നെ അവൻ സുഹൃത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു. ജഗൻ, ഇത് ലാവണ്യ, എൻ്റെ കസിനാണ്. ഞാൻ മുൻപ് നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിക്കാരിയെ പറ്റി, ധീരജ് പറഞ്ഞു. ധീരജിൻ്റെ സംസാരം കേട്ട് ജഗൻ ലാവണ്യയെ നോക്കി ചിരിച്ചു. ഹായ് മിസ് ലാവണ്യ, പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്, അവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അവൾക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തു. ലാവണ്യയുടെ മുഖത്തപ്പോൾ ഒരു സന്തോഷമുണ്ടായിരുന്നു. അവന് കൈ കൊടുത്തപ്പോൾ അവൾ പുഞ്ചിരിക്കുകയും ചെയ്തു. ലാവണ്യയുടെ ശരീരഭാഷയിലെ മാറ്റം ജഗൻ ശ്രദ്ധിച്ചതായി തോന്നി. കൈ കൊടുത്തപ്പോൾ അവൻ ലാവണ്യയുടെ കൈപ്പത്തിയിൽ മെല്ലെ ഞെക്കി. ധീരജ് അത്ര നല്ലവനൊന്നുമായിരുന്നില്ല. അല്പം മോശം പെരുമാറ്റമുള്ള ആളായിരുന്നു. അതിനാൽ അത്തരം സൂക്ഷ്മമായ നോട്ടങ്ങളും ആംഗ്യങ്ങളും അവൻ കണക്കിലെടുക്കുന്നില്ല. അവർ രണ്ടുപേരും പരസ്പരം നിശബ്ദമായി ആശയവിനിമയം നടത്തുന്നത് എന്താണെന്ന് അവൾ ശ്രദ്ധിച്ചു. പക്ഷേ ലാവണ്യ പെട്ടെന്ന് അതെല്ലാം മനസ്സിലാക്കി. അവളുടെ പുഞ്ചിരി കൂടുതൽ തെളിഞ്ഞു. അവൾ വികാരങ്ങൾ മറച്ച് കണ്ണുകൾ താഴ്ത്തി. പരസ്പരം അവരെ പരിചയപ്പെടുത്തിയ ശേഷം ധീരജ് ഭക്ഷണം വിളമ്പാൻ വേണ്ടി തൻ്റെ അടുക്കള ജോലിക്കാരിയോട് നിർദ്ദേശിച്ചു. ഏറ്റവും രസം അതൊന്നുമായിരുന്നില്ല. ഭക്ഷണം ജോലിക്കാർ വിളമ്പി തുടങ്ങിയപ്പോൾ തന്നെ ധീരജ് ആദ്യം കയറിയിരുന്ന് ഭക്ഷണം കഴിക്കാനും ആരംഭിച്ചു. അവൻ ലാവണ്യയെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചതുമെല്ലാം അവൻ എല്ലാവരെയും പാടെ അവഗണിച്ച് കൃത്യമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ധീരജിൻ്റെ മോശ സ്വഭാവങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ അവിടേക്ക് വന്നത്. എന്നിട്ടും ആ നിമിഷം അവൾക്ക് അവനോട് കടുത്ത വെറുപ്പും ദേഷ്യവും തോന്നി. ധീരജിൻ്റെ ഇത്തരം പെരുമാറ്റങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ ജഗൻ ആരെയും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കാൻ ധീരജിൻ്റെ അരികിൽ ചെന്നിരുന്നു. എന്നിട്ട് അവനും ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ലാവണ്യയും അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ്റെ അരികിൽ ചെന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ജഗൻ ലാവണ്യയെ നോക്കിക്കൊണ്ടിരുന്നു. അവളും അവനെ ഒളിഞ്ഞു നോക്കുകയായിരുന്നു. ഒരു സന്ദർഭത്തിൽ അവളുടെ കണ്ണുകൾ കണ്ടുമുട്ടുകയും ലാവണ്യയുടെ അടിവയറ്റിൽ നിന്ന് ശലഭങ്ങൾ പറക്കുകയും ചെയ്തു. അവളുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. അവൾ നാണം കൊണ്ട് ചുവന്നു തുടുത്തു. അവനോടുള്ള അവളുടെ പ്രതികരണം കണ്ടപ്പോൾ അവളെപ്പറ്റി കൂടുതൽ അറിയാൻ ജഗന് ആഗ്രഹമുണ്ടായി. ആ സമയത്താണ് ധീരജ് തൻ്റെ മൂന്നാമത്തെ ഗ്ലാസ് വൈൻ പൂർത്തിയാക്കി ജഗനെ ശ്രദ്ധിച്ചത്. അവൻ ലാവണ്യയെ നന്നായി അറിയാവുന്ന തരത്തിലുള്ള നോട്ടത്തിൽ നോക്കുന്നത് ധീരജ് കണ്ടു. അവൻ ചെറുതായി ഒന്ന് ഞെട്ടി. ലാവണ്യയോട് അടുക്കാൻ ജഗൻ ചില നീക്കങ്ങൾ നടത്തുകയാണെന്ന് ധീരജ് മനസ്സിലാക്കി. അവൻ ഗ്ലാസ് താഴെ വെച്ച് ചിരിച്ചു. ലാവണ്യ, നമുക്കിന്ന് വൈകുന്നേരം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ, അവൻ പറഞ്ഞു. അവൾ പൂർണ്ണമായും ജഗനിൽ മയങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ വൈൻ ഗ്ലാസ് എടുത്ത് ധീരജിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ സമ്മതിക്കണമെങ്കിൽ എനിക്ക് വൈൻ തരണം. അവൾ കുസൃതിയോടെ പറഞ്ഞത് കേട്ട് ധീരജ് അവൻ്റെ വൈൻ ബോട്ടിലെടുത്ത് അവൾക്ക് നീട്ടി. പക്ഷേ ലാവണ്യ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ജഗൻ ആ വൈൻ ബോട്ടിലെടുത്ത് ലാവണ്യയ്ക്ക് നേരെ നീട്ടി. ആ സമയം ലാവണ്യ വൈൻ വാങ്ങി തൻ്റെ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാൻ ആരംഭിച്ചു. ഞാൻ സമ്മതിക്കുന്നു, അതും പറഞ്ഞ് അവൾ ഒരു സിപ്പ് കൊണ്ട് ജഗനെ നോക്കി. അവൻ സ്വന്തം ഗ്ലാസ് ഉയർത്തി അതിൽ നിന്ന് കുടിക്കുമ്പോൾ അവളെയും നോക്കി. ഇതെല്ലാം ധീരജ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ധീരജ് സംതൃപ്തിയോടെ ഇരുവരുടെയും ജോഡിയെ നോക്കിയിരുന്നു. എങ്കിലും അവൻ ജഗന് ലാവണ്യയെ കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിച്ചു. ഹേയ് ലാവണ്യ, ഭയങ്കര നല്ല കുട്ടിയാണ് ജഗൻ. ഇവളുടെ കല്യാണം ഒരാളുമായി തീരുമാനിച്ചിരുന്നു. അവൾക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവൻ മറ്റൊരു പെണ്ണിനെ ആ കല്യാണവേദിയിൽ വെച്ച് വിവാഹം കഴിച്ചു. അങ്ങനെ ഇവൾ ആകെ നാണം കെട്ടുപോയി. ഒടുവിൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയാണിപ്പോൾ എൻ്റെ അടുത്ത് വന്നത്. ലാവണ്യയുടെ മുഖം പെട്ടെന്ന് വിളറി. അവൾ വെറുപ്പോടെ ധീരജിനെ നോക്കി. അവൻ്റെ വായടയ്ക്കാൻ അവൾ ആഗ്രഹിച്ചു. കാരണം തൻ്റെ ലൈഫിലെ മോശം കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ അവൾ ആഗ്രഹിച്ചില്ല. അതോടെ ജഗൻ്റെ ഭാവവും മാറി. മുഖം അല്പം മേഘാവൃതമായെങ്കിലും അയാൾ പെട്ടെന്ന് തന്നെ ആ ഭാവം മാറ്റി. അയാൾ ലാവണ്യയോട് പറഞ്ഞു. മിസ് ലാവണ്യയ്ക്ക് ഇത്രയും ഒരു വിധി നേരിടേണ്ടി വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങളൊരു മികച്ച സ്ത്രീയാണ്. നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾ എത്ര വലിയ മണ്ടനായിരിക്കും. എനിക്കത് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. ഇത്രയും സുന്ദരിയായ നിങ്ങളെ വിവാഹം കഴിച്ചാൽ മടിച്ച ആ മനുഷ്യൻ ഒരു ബുദ്ധിശൂന്യനായിരിക്കും. ആരാവൻ? ലാവണ്യ ആകെ വിഷമിച്ചു. എന്നാൽ അവളുടെ മാനസികാവസ്ഥ ധീരജ് ശ്രദ്ധിച്ചിരുന്നില്ല. അതിനാൽ
അയാൾ ഒരു ഗ്ലാസ് വൈന് കൂടി കുടിച്ചിട്ട് ബാക്കി കൂടെ പറഞ്ഞു. വിശ്വ ഗ്രൂപ്പിൻ്റെ CEO സിദ്ധാർത്ഥ് വിശ്വ, അല്ലാതെ മറ്റാര്? അവനുമായുള്ള ബന്ധം കാരണം പാവം ലാവണ്യ ഒരുപാട് വിഷമിച്ചു. അവൻ ഇവരുടെ കല്യാണ ദിവസം തന്നെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. തീർത്തും അപമാനകരമായ ഒരു ദിവസമായിരുന്നു അത്. ലാവണ്യ കൂടുതൽ നാണം കെട്ടതുപോലെ ധീരജിനെ നോക്കി. വിളറിയ അവളുടെ മുഖം ഇപ്പോൾ ഒരു നിറം പോലും ഇല്ലാതെ വാടി. നിയന്ത്രണം വിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകാതിരിക്കാനായി അവൾ ക്ഷമ കാണിച്ചു. അവളുടെ ഉള്ളിൽ ജ്വലിക്കുന്ന കോപത്തെ അവൾ അടക്കി നിർത്തി. അവനെല്ലാം എന്തിനാണ് ഇപ്പോൾ ജഗനോട് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായതേയില്ല. ധീരജിനോട് എന്തെങ്കിലും എതിർത്ത് സംസാരിക്കാനും അവൾക്ക് കഴിയില്ലായിരുന്നു. കാരണം എന്തെങ്കിലും പറഞ്ഞ് പിണങ്ങിയാൽ താമസിക്കാൻ ഇതുപോലെ ഒരിടം വേറെ കിട്ടില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ ഇതെല്ലാം ഓർത്ത് അങ്ങനെ ഇരുന്നു. ആ സമയത്ത് അവൾ മറ്റൊരു ആശങ്ക തോന്നി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ജഗന് തന്നോടുള്ള താല്പര്യം കുറയുമോ? അവൻ തന്നെ വെറുക്കുമോ? എന്തൊക്കെയായിരുന്നു അവളുടെ വേവലാതി. അവൾ പരിഭ്രമത്തോടെ ചിന്തിച്ചു. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ജഗൻ ഒന്നും ആശ്ചര്യപ്പെടുന്നില്ലെന്ന് അവൾ ശ്രദ്ധിച്ചു. നേരെ മറിച്ച് അവൻ സഹതാപത്തോടെയാണ് അവളെ നോക്കിയത്. അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഓ, സിദ്ധാർത്ഥ് വിശ്വയെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ അയാളെ കൂടുതലൊന്നും അറിയില്ല. സാരമില്ല, എല്ലാം നല്ലതിനാകും. താൻ വിഷമിക്കേണ്ട. തന്നെപ്പോലെ നല്ല കുട്ടിയെ കിട്ടാൻ അവന് യോഗ്യതയുണ്ടാകില്ല. അതാണ് അവൻ പറഞ്ഞത്. ലാവണ്യ മിണ്ടാതെ തലകുനിച്ചു. അപ്പോൾ ജഗൻ വീണ്ടും, ലാവണ്യ, അയാൾക്ക് പറ്റിയ ഒരാളെ നഷ്ടപ്പെട്ടതിൽ ഒരിക്കലും ദുഃഖിക്കരുത്. നിങ്ങൾക്ക് അതിലും നല്ല ഒരാൾ വരും. അവൻ വീണ്ടും അവളെ ആശ്വസിപ്പിച്ചു. ജഗന്റെ കണ്ണുകളിൽ ആർദ്രത നിറഞ്ഞു. ലാവണ്യയുടെ മുഖത്തെ ആശങ്ക അപ്പോൾ പൂർണ്ണമായും മാറി. അവളുടെ മുഖത്ത് വീണ്ടും നാണം തെളിഞ്ഞു. നേരത്തെ നിരാശ കൊണ്ട് നിറഞ്ഞിരുന്ന കണ്ണുകൾ ഇപ്പോൾ അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പ്രതീക്ഷ കൊണ്ട് തിളങ്ങി. അധ്യായം 317. ലാവണ്യയുടെ പുതിയ പ്രണയം. ജഗൻ ഇത് ശരിക്കും പറഞ്ഞതാണോ? അപ്പോൾ ഞാൻ അത്ര മോശമായി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലേ? ലാവണ്യ ആകാംക്ഷയോടെ ചോദിച്ചു. അവൾ അത്രത്തോളം ആവേശത്തോടെ സംസാരിക്കുന്ന ധീരജ് പോലും ആദ്യമായി കാണുകയാണ്. അയാൾ അവളെ അത്തരം ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ജഗൻ അവളുടെ നേരെ നോക്കി പുഞ്ചിരിച്ചു. ആദ്യം സ്വയം വിശ്വസിക്കണം. നീയാണ് മികച്ചതെന്ന്. നിന്നെപ്പോലെ ഒരാളെ ആർക്കെങ്കിലും വേണ്ട എന്ന് വെക്കാൻ കഴിയുമോ? എനിക്കാണെങ്കിൽ അങ്ങനെ കഴിയില്ല, അവൻ ഊഷ്മളമായി പറഞ്ഞു. അവൻ്റെ പുഞ്ചിരി അവളെ ആശ്ലേഷിക്കുന്നതായി ലാവണ്യയ്ക്ക് അനുഭവപ്പെട്ടു. അവളുടെ ഹൃദയത്തിൽ അസാധാരണമായൊരു ചൂട് അനുഭവപ്പെട്ടു. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നിയതുകൊണ്ട് ഹൃദ്യമായി പുഞ്ചിരിച്ചു. സിദ്ധാർത്ഥ അല്ലാതെ അവളുടെ മനസ്സിൽ മറ്റൊരാളും ഇതുവരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടുമുട്ടുമെന്ന് അവൾ കരുതിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവളുടെ ഹൃദയത്തെ ചലിപ്പിക്കാൻ ജഗന് നിഷ്പ്രയാസം കഴിഞ്ഞിരിക്കുന്നു. അതോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത അതിശയം തോന്നി. ഒരു നിമിഷത്തേക്കെങ്കിലും അവനെ സ്വന്തമാക്കാൻ അവൾ ആഗ്രഹിച്ചു പോയി. അവർ രണ്ടുപേരും തമ്മിലുള്ള ഭാവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കണ്ടപ്പോൾ ലാവണ്യയെ സിദ്ധാർത്ഥ് ഉപേക്ഷിച്ച കാര്യം ഞാൻ സൂചിപ്പിച്ചത് ധീരജ് ഖേദിച്ചു. അധികം സംസാരിച്ചതിന് അയാൾ സ്വയം ശകാരിച്ചു. ആ വിഷയം കൊണ്ടുവരേണ്ടായിരുന്നു എന്ന് അയാൾക്ക് അപ്പോൾ തോന്നി. അവരുടെ കണ്ണുകളും മൃദുവായി പുഞ്ചിരിയും കൊണ്ട് അവർ ആശയവിനിമയം നടത്തുന്നത് കണ്ടപ്പോൾ തനിക്ക് എന്താണ് തോന്നുന്നതെന്ന് വിശദീകരിക്കാൻ അവന് കഴിഞ്ഞില്ല. ആ സമയത്ത് അവന് ദേഷ്യമോ അസൂയയോ അങ്ങനെ എന്തോ ഒന്ന് തോന്നിയിരുന്നു. ലാവണ്യയോട് അവനും അല്പം താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അത് പ്രണയമൊന്നുമായിരുന്നില്ല. അവൻ ഒന്നും മിണ്ടാതെ വൈൻ കുടിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ധീരജ് എഴുന്നേറ്റ് സ്വീകരണ മുറിയിലെ സോഫയുടെ അടുത്തേക്ക് പോയി. ലാവണ്യ 2 ഗ്ലാസ് വൈൻ മാത്രമേ കുടിച്ചുള്ളൂ. അതിനാൽ അവൾക്കൊരു വ്യത്യാസം തോന്നിയില്ല. പക്ഷേ അവൾ അല്പം മദ്യപിച്ചതായി അഭിനയിച്ചു. അവൾ പുരികങ്ങൾ ഉയർത്തി പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി. ധീരജിന് ഇപ്പോൾ തണുത്തു വിറയ്ക്കുന്നത് പോലെ തോന്നി. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച ലാവണ്യ പറഞ്ഞു, ധീരജ്, നീ വളരെയധികം മദ്യപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ അവിടെ തന്നെ ഇരിക്കുക. നല്ല തണുപ്പുണ്ട്. ഞാൻ നിനക്കൊരു പുതപ്പെടുത്ത് തരാം. അതും പറഞ്ഞ് ലാവണ്യ നിന്നുകൊണ്ട് അല്പം ആടുന്നതുപോലെ അഭിനയിച്ചു. അവൾ അകത്തേക്ക് വീഴുമെന്ന് കരുതി ജഗൻ ഉടനെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ ലാവണ്യ ഒന്നുകൂടി വീഴുന്നതായി ഭാവിച്ചു. ഉടനെ ജഗൻ അവളെ താങ്ങി പിടിച്ചു. ലാവണ്യ അത് പ്രതീക്ഷിച്ചു തന്നെയായിരുന്നു അങ്ങനെ മദ്യപിച്ചതായി അഭിനയിച്ചത്. സത്യത്തിൽ അവൾ അത്രത്തോളം ഫിറ്റൊന്നുമായിരുന്നില്ല. ജഗൻ തന്നെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾ അറിയാത്ത പലതരം വികാരങ്ങൾ അവളുടെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. ജഗൻ്റെ മനസ്സിലും അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവൻ അവളെ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചു. അപ്പോൾ ലാവണ്യ അഭിനയിക്കുന്നത് തുടർന്നുകൊണ്ട് പറഞ്ഞു, ജഗൻ, എന്താ എന്നെ പിടിച്ചത്? വീഴാൻ പോകുന്നത് പോലെ ഉണ്ടല്ലോ. എനിക്ക് പെട്ടെന്ന് തല കറങ്ങാൻ പോലെ തോന്നുന്നു. അതെന്താണെന്ന് അറിയുന്നില്ല. ഞാൻ കൂടുതലായി മദ്യപിച്ചിരുന്നു. അതുകൊണ്ടാണോ എനിക്കിങ്ങനെ തലകറക്കം വരുന്നത്? ലാവണ്യ നിഷ്കളങ്കത ഭാവിച്ചുകൊണ്ട് ചോദിച്ചു. അത് വിശ്വസിച്ച് ജഗൻ അവളോട് പറഞ്ഞു, നീ കൂടുതലായി മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നും. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ കൊണ്ടുവിടാം. നീ ഇനി എവിടെയാണ് താമസിക്കുന്നത്? അതോ തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? ജഗൻ ചോദിച്ചത് കേട്ടപ്പോൾ ലാവണ്യ ആകെ കൺഫ്യൂഷനിലായി. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കാര്യം ജഗനോട് എങ്ങനെ പറയുമെന്ന് അവൾ ആലോചിച്ചു. എങ്കിലും അത് പറഞ്ഞാൽ ഒരു പക്ഷേ ജഗൻ തന്നെ സഹായിക്കുമെന്ന് തോന്നിയതുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്ക് പോകാൻ വീടില്ല ജഗൻ. ഇനി എനിക്ക് എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ധീരജ് എന്നെ സഹായിക്കുമെന്ന് കരുതിയത് കൊണ്ട് മാത്രമാണ് വന്നത്. സത്യത്തിൽ എനിക്ക് പോകാൻ മറ്റെവിടെയും ഇല്ലായിരുന്നു.
എനിക്ക് എൻ്റെ പേരൻസിൻ്റെ ഫേസ് ചെയ്യാൻ ഇനി പറ്റില്ല. സത്യത്തിൽ ഞാനിപ്പോൾ അനാഥയെ പോലെയാണ് ജഗൻ കഴിയുന്നത്. ലാവണ്യ വിഷമത്തോടെ പറഞ്ഞത് കേട്ട് ജഗൻ ആകെ വല്ലാതായി. അവൻ തൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ലാവണ്യ കരയുന്നതായി ഭാവിച്ചു. സത്യത്തിൽ എൻ്റെ വീട്ടുകാരെല്ലാം ഞാൻ കാരണം ഒരുപാട് അപമാനിക്കപ്പെട്ടു. എനിക്ക് കൂടുതലാണ് വിഷമം. ഞാൻ അയാളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, മറ്റൊന്നിനു വേണ്ടിയായിരുന്നില്ല ഞാൻ അയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നിട്ടും എന്നെയും വീട്ടുകാരെയും അയാൾ അപമാനിച്ചു. പക്ഷേ ഇതെല്ലാം ഒരു വിധിയാണെന്ന് എനിക്കറിയാം. എനിക്ക് വളരെ വിഷമമുണ്ട്. ലാവണ്യ സിദ്ധാർത്ഥിൻ്റെ പണവും പദവിയും കണ്ടിട്ടാണ് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് പറഞ്ഞിരുന്നില്ല. ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടും ചതിക്കപ്പെട്ട ഒരു പെണ്ണായി ജഗൻ കരുതുകയും ചെയ്തു. അവളോട് വല്ലാത്തൊരു സഹതാപം തോന്നി. അവളെ ധീരജിൻ്റെ വീട്ടിലേക്ക് വിട്ടിട്ട് പോകാൻ അവൻ്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. ജഗൻ ഒരുപാട് സമയം ആലോചിച്ചു നിന്നു. എന്നിട്ട് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ലാവണ്യ, നീ ഇങ്ങനെ കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ ഓർത്തുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കഴിഞ്ഞ കാര്യങ്ങളെ അതിൻ്റെ വഴിക്ക് വിട്ടേക്ക്. എന്തിനാണ് അതോർത്ത് വിഷമിക്കുന്നത്? നീ തിരികെ വീട്ടിലേക്ക് പോവാനാണ് ഞാൻ പറയുന്നത്, ജഗൻ പറഞ്ഞു. പക്ഷെ ആ വാക്ക് അവൾ മുഖവിലേക്കെടുത്തില്ല. കാരണം അവിടെ നിന്നും പോയാൽ ജഗനെ ഉടനെ ഒന്നും കാണാൻ സാധിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ലാവണ്യ ഉടനെ പറഞ്ഞു, ഇല്ല ജഗൻ, എനിക്ക് പോകാൻ സാധിക്കില്ല. താൻ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യം. അതുകൊണ്ട് തന്നെ എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് സ്വസ്ഥതയാണ് വലുത്. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കൂ. എനിക്ക് ആരുമില്ല. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് ജഗൻ്റെ നെഞ്ഞിൽ ചാഞ്ഞ് കരയാൻ തുടങ്ങി. അവൻ ആകെ വല്ലാതായി. അവളെ അങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ജഗൻ നിന്നു. അപ്പോൾ അവൻ കുറച്ചുനേരം അങ്ങനെ നിന്ന് ആലോചിച്ചു. അതിനുശേഷം ലാവണ്യയെ നോക്കി അവൻ പറഞ്ഞു, തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ താൻ എൻ്റെ കൂടെ വരുന്നോ? ജഗൻ ഇങ്ങനെയാണ് അത് ചോദിച്ചത്. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ലാവണ്യയ്ക്ക് അല്പം സമയമെടുക്കേണ്ടി വന്നു. അവൻ പറഞ്ഞ കാര്യം വ്യക്തമായപ്പോൾ അവൾ പറഞ്ഞു, എങ്ങോട്ടാണ്? അവൾ ചോദിച്ചത് കേട്ട് ജഗൻ പറഞ്ഞു, സ്ഥലമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. തനിക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ കൂടെ വരാം. അവൻ അത്രമാത്രം പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന് വിശ്വാസമില്ലെന്ന് പറയാൻ ലാവണ്യ തയ്യാറായിരുന്നില്ല. അവൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയതുകൊണ്ട് അവൻ്റെ സമ്പത്ത് എത്രയാണെന്നുമൊക്കെ കണ്ടുപിടിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഉടനെ അതിന് സമ്മതിച്ചു. അവൾ കാറിലേക്ക് കയറിയിരുന്നു. ഒപ്പം ജഗനും ഉണ്ടായിരുന്നു. അവൻ ഡ്രൈവറോട് ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഡ്രൈവർക്ക് വീട്ടിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. ലാവണ്യ അപ്പോഴെല്ലാം സന്തോഷത്തിലായിരുന്നു. അവൾ ആത്മാർത്ഥമായി തന്നെ അവനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അതുമാത്രം പോരായിരുന്നു അവൾക്ക്. അവൻ സമ്പന്നനാണോ, സിദ്ധാർത്ഥിനേക്കാൾ ഉയർന്നവനാണോ എന്നൊക്കെ അറിയണമെന്നും അവൾക്കുണ്ടായിരുന്നു. അതിനാൽ അവൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ സന്തോഷത്തോടെ തന്നെ ചിരിച്ചുകൊണ്ട് നിന്നു. പക്ഷേ തനിക്ക് മയക്കം വരുന്നതായി അവൾ ഭാവിക്കുകയും ചെയ്തു. സിദ്ധാർത്ഥിനെ തോൽപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമായി അത് അവൾക്ക് തോന്നി. ഒരു പക്ഷേ ജഗൻ അവനേക്കാളും ഉയർന്ന ഒരു കമ്പനിയിലെ CEO ആണെങ്കിൽ അവൾക്ക് നാട്ടിൽ തിരികെ ചെല്ലാനും എല്ലാവരുടെയും മുൻപിൽ അന്തസ്സോടെ തല ഉയർത്തി നിൽക്കാനും സാധിക്കും. ഇതെല്ലാം ആലോചിച്ചപ്പോൾ അവൾ മയക്കം നടിച്ചു കിടന്നു. ജഗൻ അപ്പോൾ മറ്റൊരു കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവൻ ലാവണ്യയുടെ മുഖത്തേക്ക് നോക്കി. അവൾ വളരെ സുന്ദരിയായിരുന്നു. അവൻ അവളുടെ സൗന്ദര്യത്തിലേക്ക് ആസ്വദിച്ചുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്നു. അവളെ കാണുന്തോറും അവൻ നേരത്തെ അനുഭവിച്ച ആഗ്രഹം കൂടുതൽ തീവ്രമായി കൊണ്ടിരുന്നു. അവൾ സിദ്ധാർത്ഥിൻ്റെ പഴയ പ്രതിശ്രുത വധുവാണെന്ന് അറിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും അവൻ്റെ ഹൃദയം ആഗ്രഹം ശക്തിപ്പെട്ടു. സിദ്ധാർത്ഥ്, വർഷങ്ങൾക്ക് ശേഷവും നീ എൻ്റെ വഴികളിൽ എങ്ങനെയെങ്കിലും വരുന്നുണ്ടല്ലോ. എന്തായാലും നിന്നെ ഓർക്കാൻ ഒരവസരമുണ്ടായത് നന്നായി, ജഗൻ ചിന്തിച്ചു. അവൻ സിദ്ധാർത്ഥിനെ വളരെ കാലമായി അറിയാമായിരുന്നു. പക്ഷേ അവനെ അറിയാത്തതുപോലെ ഭാവിച്ചതാണ്. ധീരജിനും ആ കാര്യം അറിയില്ല. ഒന്നും അറിയാതെയാണ് ലാവണ്യ അവൻ്റെ വണ്ടിയിൽ കയറിയിരുന്നത്. ജഗൻ ചിന്തയിൽ മുഴുകി. കാർ ഒരു സ്വകാര്യ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് പ്രവേശിച്ചു. ജഗൻ കാർ നിർത്താൻ ഡ്രൈവറോട് ആംഗ്യം കാണിച്ചു. തൻ്റെ നെഞ്ചോട് ചേർന്ന് സുഖമായി ഉറങ്ങുന്ന ലാവണ്യയെ കണ്ടപ്പോൾ അയാൾക്ക് സന്തോഷം തോന്നി. അയാൾ അവളെ കാറിൽ നിന്ന് ഇറക്കി തൻ്റെ വില്ലയിലേക്ക് കൊണ്ടുപോയി. അവൾ അപ്പോഴെല്ലാം ഉറക്കം നടിച്ചിരുന്നു. വില്ലയുടെ അകത്തെത്തിയപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ വീട്ടിലാണോ? വിശ്വസിക്കാനേ കഴിയുന്നില്ല. നിങ്ങളുടെ കൂടെ ഇവിടെ വരാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവൾ അവനെ അർത്ഥം വെച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അന്ന് രാത്രി ഒരുമിച്ചിരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ജഗൻ ഉടനെ ചോദിച്ചു. അത് കേട്ട് ലാവണ്യ വളരെ സന്തോഷത്തിലായി. പക്ഷേ അവൾ ഒന്നും പറഞ്ഞില്ല. അവൻ നേരെ മറിച്ച് നിഷ്കളങ്കത ഭാവിച്ചു. എനിക്കറിയില്ല, എനിക്ക് തന്നെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ ഈ രാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, അവൾ പറഞ്ഞു. ജഗൻ സ്നേഹത്തോടെ ലാവണ്യയുടെ അരികിലിരുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ തോളിൽ കൈവച്ചു. ലാവണ്യ, നിനക്കിഷ്ടമില്ലാത്ത ഒന്നും നീ ചെയ്യേണ്ടതില്ല. ഇത് മാത്രമല്ല, ഞാൻ കൂടെയുള്ളപ്പോൾ നീ പേടിക്കേണ്ട കാര്യവുമില്ല. ഇഷ്ടമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. എൻ്റെ കൂടെ നീ വളരെ സുരക്ഷിതയായിരിക്കും. ഒരു പക്ഷേ അത് മാത്രമാണ് എൻ്റെ ആഗ്രഹവും, ജഗൻ ആത്മാർത്ഥതയോടെ പറഞ്ഞു.
ലാവണ്യ കണ്ണുകളടച്ച് അവൻ്റെ കയ്യിൽ തലവെച്ചു. അവൾ വീണ്ടും കണ്ണു തുറന്നപ്പോൾ അവൾ ജഗൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ജഗന് കൂടുതൽ ധൈര്യം വന്നു. ലാവണ്യ പെട്ടെന്നുണ്ടായ ഒരാവശ്യത്തോടെ അവൻ ചുംബിച്ചു. അവൾ എതിർത്തില്ല. ഉള്ളിൽ എന്തോ ഒരു വിഷമം പോലെ അവൾക്ക് പെട്ടെന്ന് തോന്നിയെങ്കിലും അവൾ അത് വിദഗ്ധമായി ജഗനിൽ നിന്ന് മറിച്ചു. ജഗൻ അവളെ ചുംബിച്ചപ്പോൾ അവൾക്ക് സിദ്ധാർത്ഥിൻ്റെ മുഖമാണ് ഓർമ്മ വന്നത്. അതെന്തുകൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. അതുകൊണ്ട് സ്വസ്ഥമായി അവൾക്ക് ആ രാത്രി ജഗൻ്റെ കൂടെ ഇരിക്കാൻ സാധിച്ചില്ല. എങ്കിലും അവൾ സന്തോഷം ഭാവിച്ചു. ജഗൻ അവളുടെ ഇടുപ്പിൽ കൈവച്ചു. പുറത്ത് വില്ലാപ്പിൻ്റെ നേരെ വെളിച്ചമുണ്ടായിരുന്നു. അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ അവൻ അവളുടെ അതരങ്ങളിൽ ചുംബിച്ചു കൊണ്ടിരുന്നു. ലാവണ്യയുടെ ജീവിതത്തിൽ അത്തരമൊരു അനുഭവം പുതിയതായിരുന്നു. അന്നത്തെ ആ രാത്രി വളരെ പ്രധാനപ്പെട്ട ഒന്നായി അവൾക്ക് തോന്നി. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരം കാര്യങ്ങൾ അന്നത്തെ രാത്രിയിൽ അവൾക്ക് അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അതൊരിക്കലും മോശം കാര്യമായിരുന്നില്ല. അവളെ സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ജഗനൊപ്പം ആ രാത്രി അവൾ ചെലവഴിച്ചു. പിറ്റേന്ന് പ്രഭാതമായി. ഒരു വധുവിൻ്റെ നാണത്തോടെയാണ് ലാവണ്യ ജഗനെ നോക്കിയത്. അവളുടെ മുഖത്തെ നാണത്തോടെ കൂടിയുള്ള പുഞ്ചിരി കണ്ടപ്പോൾ ജഗൻ ചോദിച്ചു, നന്നായി ഉറങ്ങിയിരുന്നല്ലോ. അവൾ കളിയാക്കുന്ന മട്ടിലാണ് അത് ചോദിച്ചത്. അത് കേട്ട് ലാവണ്യ അവനെ നോക്കി. അതിന് നിങ്ങൾ ഉറങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? എനിക്ക് പക്ഷേ കാര്യങ്ങളൊന്നും പൂർണ്ണമായി ഓർമ്മയില്ലെങ്കിലും എനിക്ക് എന്തോ വല്ലാത്ത പേടി തോന്നിയിരുന്നു. ലാവണ്യ പറഞ്ഞത് കേട്ട് ജഗൻ അവളുടെ അരികിലിരുന്നു. നിനക്ക് ഇന്നലെ രാത്രിയിലുണ്ടായ കാര്യങ്ങളിൽ വിഷമമുണ്ടോ? അവൻ അവളെ ആത്മാർത്ഥമായാണ് അത് ചോദിച്ചത്. അത് കേട്ട് ലാവണ്യ പറഞ്ഞു, വിഷമമുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്ര ഒരു കാര്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഞാൻ എന്നും നല്ല ബോധത്തോടെയല്ല പെരുമാറിയത്. പൂർണ്ണമായി എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അവൾ പറഞ്ഞു. സത്യത്തിൽ അവൾക്ക് നടന്നതെല്ലാം പൂർണ്ണ ബോധമുണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് സിദ്ധാർത്ഥിൻ്റെ മുഖം ഓർമ്മ വന്നപ്പോൾ ചെറിയ വിഷമം തോന്നിയിരുന്നു. ഒന്നും അവൾ ജഗനോട് തുറന്നു പറയാൻ ആഗ്രഹിച്ചില്ല. ജഗനാണെങ്കിൽ വളരെ സന്തോഷത്തിലായിരുന്നു. എങ്കിലും ലാവണ്യയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അവന് വിഷമം തോന്നി. അവൻ അവളെ ആശ്വസിപ്പിച്ചു. അവളെ തൻ്റെ ചുമലിൽ ചേർത്തുകൊണ്ട് ജഗൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ഒന്നും സംഭവിക്കുമെന്ന് ഞാനും കരുതിയതല്ല. എനിക്ക് നിന്നോട് വളരെ അധികം സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ചിരിക്കാൻ സമയം കിട്ടിയപ്പോൾ ഇത്തരത്തിലൊരു കാര്യം നമുക്കിടയിൽ നടന്നത്. അത് നിനക്ക് വിഷമമായെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിനക്ക് ബോധമില്ലാത്ത സമയം ഞാൻ അങ്ങനെ താഴെ എടുക്കാൻ ശ്രമിക്കരുതായിരുന്നു, ജഗൻ വളരെ ആത്മാർത്ഥതയോടെ പറഞ്ഞു. അത് കേട്ട് ലാവണ്യയ്ക്ക് വിഷമം തോന്നി. അവൾ ഉടനെ പറഞ്ഞു, നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. സാരമില്ല, എനിക്കും നിങ്ങളോട് ഇഷ്ടമുണ്ട്. എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതെല്ലാം സത്യമാണോ എന്ന് എനിക്കറിയില്ല. അവൾ വീണ്ടും കരയാൻ തുടങ്ങി. അവൾ ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് അവന് തോന്നി. അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, എന്ത് സംഭവിച്ചാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, എപ്പോഴും ഉണ്ടാകും. അതോർത്ത് നീ പേടിക്കേണ്ട. ജഗൻ അങ്ങനെ പറഞ്ഞപ്പോൾ ലാവണ്യ വിശ്വാസം വരാത്ത മട്ടിൽ അവനെ നോക്കി. സത്യമായിട്ടും? അവൾ ചോദിച്ചു. അതിന് പുഞ്ചിരിയോടെ ജഗൻ മറുപടി പറഞ്ഞു, എന്നും ഉണ്ടാകും. അവൻ പറഞ്ഞത് കേട്ട് അവൾ പുഞ്ചിരിച്ചു. ജഗൻ വീണ്ടും പറഞ്ഞു, ഇന്നലെ രാത്രി നടന്നതൊന്നും ഓർമ്മയില്ല എന്നല്ലേ പറഞ്ഞത്? ഓർമ്മയുള്ളപ്പോൾ നമുക്ക് ഒന്നുകൂടി ശ്രമിച്ചാലോ? അവൻ ചോദിച്ചത് കേട്ട് ലാവണ്യയുടെ മുഖം നാണം കൊണ്ട് തുടുത്തു. അധ്യായം 318. ഹേമന്തിൻ്റെ വിഷമം. ജഗൻ വളരെ സന്തോഷത്തിലായിരുന്നു. അവൻ തന്നെ ശരിക്കും സ്നേഹിക്കുമോ സഹായിക്കുമോ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു അപ്പോൾ ലാവണ്യ. എന്നാൽ അത് വീണ്ടും അവനോട് ചോദിക്കാൻ അവൾക്ക് മടി തോന്നി. എങ്കിലും അവളുടെ മുഖഭാവം കണ്ടപ്പോൾ ജഗൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ജഗൻ അവൾക്ക് ഉറപ്പ് നൽകി. ലാവണ്യയ്ക്ക് സന്തോഷമായി. അതുകൊണ്ട് ജഗനെ കൂടുതലായി തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അവൾ തനിക്കുണ്ടായ മോശം കാര്യങ്ങളെല്ലാം പറഞ്ഞ് സഹതാപം നേടിയെടുക്കാൻ ആഗ്രഹിച്ചു. എനിക്ക് സത്യത്തിൽ ശരിക്കും സന്തോഷിക്കാൻ സാധിക്കുന്നില്ല ജഗൻ. എന്നെ എല്ലാവരും ചതിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ആരെയും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. നീ വാക്കുമാറില്ലല്ലോ. എല്ലാ കാലത്തും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? അവൾ ആശങ്ക ഭാവിച്ചുകൊണ്ട് ചോദിച്ചു. ജഗൻ അതിന് മറുപടി പറയാതെ അവളെ നോക്കി. അവൻ്റെ മുഖത്ത് നേരിയൊരു വിഷമമുണ്ടായിരുന്നു. അവന് താൻ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ ശരിക്കും തകർന്നു പോയ ഒരാളാണ്. നിനക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ ജഗൻ? കല്യാണ ദിവസം തന്നെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അന്ന് എത്രത്തോളം അപമാനിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ സിദ്ധാർത്ഥ അവളെ എത്രമാത്രം ദ്രോഹിച്ചു എന്ന് ജഗന് മനസ്സിലായി. അവൻ ഉടനെ ലാവണ്യയെ കെട്ടിപ്പിടിച്ചു. അവളുടെ കവിളിൽ മുറുകെ പിടിച്ചു. ലാവണ്യ, നീ വിഷമിക്കേണ്ട. ഈ കാര്യത്തിൽ ഞാൻ അവനോട് പ്രതികാരം ചെയ്യും. നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ അവനെ നിൻ്റെ വില മനസ്സിലാക്കി കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. നീ ഇടയ്ക്കിടെ ഇങ്ങനെ പറയണമെന്നില്ല. നിൻ്റെ കൂടെ ഇനി ഞാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നും എപ്പോഴും ഉണ്ടാകും, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അവൻ അവളുടെ കൈകളുടെ മുകളിൽ ചുംബിച്ചുകൊണ്ട് തുടർന്നു. നിന്നെപ്പോലെ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ വേണ്ടെന്ന് വെച്ച അവൻ എന്ത് മനുഷ്യനാണ്?
എന്തായാലും അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ഒരു ഭാഗ്യമുണ്ടായത്. നിന്നെ എനിക്ക് കിട്ടിയില്ലേ? അവൻ ശരിക്കും ഒരു വിഡ്ഢിയാണ്. ജഗൻ അത്രയും പറഞ്ഞുകൊണ്ട് അവളെ ചുംബിച്ചു. അത് കേട്ട് ലാവണ്യയ്ക്ക് ഒരുപാട് സന്തോഷമായി അവന് മനസ്സിലായി. അവൻ ഉടനെ പറഞ്ഞു, നിന്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യമുണ്ടാകുന്നത് തന്നെ വലിയ കാര്യമാണ് ലാവണ്യ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവനില്ല. ഇനി നീ അതൊരു വലിയ കാര്യമാക്കണ്ട, അതെല്ലാം കഴിഞ്ഞ സംഭവം. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ലാവണ്യയുടെ ഹൃദയം വേദനിച്ചു. പക്ഷേ അവൾക്ക് അപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾ പുഞ്ചിരിച്ചു. അതെ, സിദ്ധാർത്ഥ് ഇതുവരെ കാണിച്ചതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും കരുതലും നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുണ്ട്. അവനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങളൊരു രത്നമാണ്. അത് കേട്ട് അവൻ മൃദുവായി ഒന്ന് ചിരിച്ചു. അവൻ തൻ്റെ കൈകൾ ലാവണ്യയുടെ തോളിലൂടെ ഓടിച്ചു. അവളുടെ ചർമ്മത്തിലൂടെ തഴുകി പതിയെ ആ കൈകൾ അവളുടെ അരക്കെട്ടിലേക്ക് നീങ്ങി. ലാവണ്യ നാണത്തോടെ ചിരിച്ചു. ആ മുറിയിൽ നിശബ്ദത കടന്നു വന്നു. എന്നിരുന്നാലും ലാവണ്യ ഇടയ്ക്കിടയ്ക്ക് തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമിക്കുന്നുണ്ടായിരുന്നു. തനിക്ക് സംഭവിച്ച അപമാനമെല്ലാം അവൾക്ക് ഓർമ്മ വന്നു. നീലിമ ഒരു പക്ഷേ ഇല്ലായിരുന്നെങ്കിൽ തനിക്ക് ആഗ്രഹിച്ച പുരുഷൻ്റെ അരികിൽ ഇരിക്കാൻ സാധിക്കുമായിരുന്നു. ഇതുപോലെ സിദ്ധാർത്ഥ് എന്നോടും സ്നേഹത്തോടെ പെരുമാറുമായിരുന്നു. അവൻ തന്നെ സ്നേഹിക്കുമായിരുന്നു. ഇപ്പോഴും ജഗനെ പൂർണ്ണമായി അവൾക്ക് സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവൾ സിദ്ധാർത്ഥിനെ സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. അവൾ അവൻ്റെ സമ്പത്തും മറ്റും ആഗ്രഹിച്ചുകൊണ്ടാണ് വിവാഹത്തിന് ഒരുക്കം കൂട്ടിയത്. എന്നാൽ അവസാനം അവളുടെ എല്ലാ ശ്രമങ്ങളും പാഴായി. ഇപ്പോൾ ദൈവമായി തനിക്ക് ജഗനെ കൊണ്ട് തന്നതാണെന്ന് അവൾക്ക് തോന്നി. അവൻ വഴി മാത്രമേ സിദ്ധാർത്ഥിനെ ഒരു പാഠം പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അവൾ ഈ അവസരം ഉപേക്ഷിക്കില്ല എന്ന് മാത്രമല്ല, ആ വില്ലയിലെ താമസവും മറ്റും കൊണ്ട് അവൻ വളരെ സമ്പന്നനാണെന്ന് ലാവണ്യ കണ്ടുപിടിച്ചിരുന്നു. ജഗൻ്റെ കമ്പനിയായ സിറ്റി ടെക് മേഖലയിലേക്ക് ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പ് തന്നെയാണ്. സിദ്ധാർത്ഥ് വിശ്വ ഗ്രൂപ്പുമായി മത്സരിക്കാൻ ജഗന് മാത്രമേ കഴിയൂ. ഇതായിരുന്നു അവളുടെ ഒരേ ഒരു അവസരം. അല്ലാത്ത പക്ഷം വർഷങ്ങളായി താൻ സ്വപ്നം കണ്ടിരുന്ന ജീവിതം നീലിമ ജീവിക്കുന്നത് കണ്ടുകൊണ്ട് അവൾ കഴിയേണ്ടി വരും. അത് സംഭവിക്കാൻ അനുവദിക്കുകയില്ല. നീലിമ എൻ്റെ പ്രണയം മോഷ്ടിച്ചു. അവളൊരു പാഠം പഠിപ്പിക്കണം. ലാവണ്യ ആവേശത്തോടെ ചിന്തിച്ചു. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ലാവണ്യയെ മുഖം പതിയെ മാറി. അവളുടെ ഉള്ളിൽ അസൂയയും വീർപ്പും പടർന്നു പിടിച്ചു. അവൾ അത് പുറത്തു കാണിക്കാതെയാണ് ഇതുവരെ പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷേ അവളുടെ മുഖഭാവം നോക്കിയപ്പോൾ അവൾ അസ്വസ്ഥതയാണെന്ന് ജഗൻ അറിഞ്ഞു. സിദ്ധാർത്ഥിനെക്കുറിച്ചുള്ള പരാമർശമാണ് അവളെ വല്ലാതെ വിഷമിപ്പിച്ചതെന്നും അയാൾക്ക് മനസ്സിലായി. അവൾ വളരെയധികം അവനെ സ്നേഹിച്ചിരുന്നു എന്നും അവന് മനസ്സിലാക്കാനും സാധിച്ചു. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ അയാൾ തുനിഞ്ഞില്ല. അവളുടെ അസ്വസ്ഥത കൂട്ടാനും അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. അവസാനം അതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന മട്ടിൽ ജഗൻ അഭിനയിച്ചു. അവർ ഒരേ ചിന്താഗതിക്കാരായിരുന്നു. അവർക്ക് ഒരേ ലക്ഷ്യമുണ്ടായിരുന്നു. ഒന്നിച്ചിരിക്കാൻ അത് മതിയായിരുന്നു. മറ്റെല്ലാം അവൻ വിസ്മരിച്ചു കളഞ്ഞു. എല്ലാറ്റിനും മുമ്പിൽ തന്നേക്കാൾ ഉയരത്തിലെത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് ജഗൻ തീരുമാനിച്ചിരുന്നു. തങ്ങൾക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനകളെക്കുറിച്ച് അറിയാതെ സിദ്ധാർത്ഥും നീലിമയും സന്തോഷത്തോടെ അപ്പോഴും മധുവിധു ആസ്വദിക്കുകയായിരുന്നു. ലാവണ്യയെക്കുറിച്ച് ഒരിക്കൽ പോലും സിദ്ധാർത്ഥ് ചിന്തിച്ചിരുന്നില്ല. അവൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ എന്നൊന്നും അവൻ ശ്രദ്ധിച്ചില്ല. അവൾക്ക് അവനുമായി ഇനിയൊരു ബന്ധവും ഉണ്ടാവരുതെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. എന്നിരുന്നാലും അവളെ ശ്രദ്ധിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവൾ വല്ലാതെ വേദനിച്ചിട്ടും വർഷങ്ങളായി അവളുടെ ഓരോ ചലനവും നിശബ്ദമായി നിരീക്ഷിക്കുന്ന ഒരാൾ, ഹേമന്ത്. ലാവണ്യ വേദിയിൽ നിന്ന് പോയപ്പോൾ ഹേമന്ത് ആദ്യം ചെയ്തത് അവളെ അന്വേഷിക്കുകയായിരുന്നു. അവൻ ഒരുപാട് അന്വേഷിച്ചെങ്കിലും അവൾ എവിടെയാണെന്നുള്ളൊരു സൂചന പോലും കണ്ടെത്താനായില്ല. അവൻ അവളുടെ വീട്ടിൽ പോയിരുന്നു. പക്ഷേ ഇതുവരെ അവളെക്കുറിച്ച് ഒന്നും കണ്ടെത്തിയില്ല. അതിലവന് വല്ലാത്ത വിഷമം തോന്നി. അവൾ ആരുമായി ബന്ധപ്പെടുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവനിലെ ആശങ്ക വർദ്ധിച്ചു. അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ മറിഞ്ഞിരിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. സാധാരണ എന്ത് വലിയ പ്രശ്നമുണ്ടായാലും അവൾ അങ്ങനെ ഒളിച്ചിരിക്കാനൊന്നും ആഗ്രഹിക്കാറില്ല. അതെല്ലാം ഓർത്തപ്പോൾ അവൾ ഇപ്പോൾ വല്ലാത്ത വിഷമത്തിലായിരിക്കുമെന്ന് അവന് തോന്നിത്തുടങ്ങി. അവളെ ഉടനെ കണ്ടെത്തണമെന്ന് അവൻ തീരുമാനിച്ചു. ഹേമന്ത് വളരെ ഉത്കണ്ഠാകുലനായിരുന്നു. എന്നാൽ അതിലും പ്രധാനമായി ലാവണ്യയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾക്ക് തോന്നി. അവനും ലാവണ്യയും ഒരുമിച്ചാണ് വളർന്നത്. അതിനാൽ ലാവണ്യയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അവന് കുറച്ച് ധാരണ ഉണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലും തോറ്റുകൊടുക്കാത്ത ആളല്ല അവൾ. അവൾ വെറുതെ ഒളിച്ചോടാൻ പോകുന്നില്ല. എന്നിരുന്നാലും ഇത്തവണ മാതാപിതാക്കളെ കാണാൻ പോലും അവൾ ആഗ്രഹിച്ചില്ല. അതെന്തുകൊണ്ടാണെന്നാണ് അവൻ ആലോചിക്കുന്നത്. ഒന്നുകിൽ അവൾ തൻ്റെ വിഷമങ്ങളെല്ലാം മറക്കാൻ ഒന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെതിരെ അവൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഹേമന്തിനെ നന്നായി ബാധിക്കുന്ന കാര്യമായിരുന്നു. ഇതിലൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് അവൻ ആഗ്രഹിച്ചു. ലാവണ്യ തീർച്ചയായും പ്രതികാരം ചെയ്യും. അത്തരം അപമാനം സഹിക്കാൻ അവൾ ഒരിക്കലും തയ്യാറാവില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും അവൾ എവിടെയാണെന്ന് ഹേമന്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ യാദൃച്ഛികമായി ലാവണ്യയെ കണ്ടു. അവളുടെ അരികിൽ അന്നൊരു പുരുഷനുണ്ടായിരുന്നു. അവൾ മെല്ലെ അയാളുടെ കയ്യിൽ പിടിച്ചു. അവളുടെ പ്രവൃത്തി കണ്ടാൽ അവർ തമ്മിൽ വർഷങ്ങളായി പരിചയമുള്ളതുപോലെ ഉണ്ടായിരുന്നു. തീർച്ചയായും അതൊരു വെറും സൗഹൃദമല്ലെന്ന് ഹേമന്തിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി.
ലാവണ്യയുടെ വിവാഹ നിശ്ചയമായപ്പോൾ പോലും താൻ ഇത്രയും വേദനിച്ചിട്ടില്ലെന്ന് അവനപ്പോൾ തോന്നി. അവൾ മറ്റൊരു പുരുഷനോടൊപ്പം സന്തോഷത്തോടെ നടക്കുന്നത് കണ്ട് അവൻ്റെ ഹൃദയം വേദനിച്ചു. അവൻ അവളെ തന്നെ നോക്കുകയായിരുന്നു. സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് മുഖം തിരിച്ചു നോക്കിയ ലാവണ്യയും പെട്ടെന്ന് തന്നെ ഹേമന്തിനെ കണ്ടു. അവൻ്റെ മുഖത്തെ ഭാവമാറ്റം കണ്ട് അവൾക്ക് ഭയം തോന്നി. അവൻ എന്തെങ്കിലും കാര്യങ്ങൾ ജഗനോട് തുറന്നു പറഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൾ ഓർത്തു. ജഗൻ്റെ അരികിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാൻ അവൾ ആഗ്രഹിച്ചില്ല. അവൾ നിശബ്ദമായി നിന്നു. എന്നിട്ട് ഹേമന്തിൻ്റെ നേർക്ക് നോക്കി. അപ്പോൾ ജഗനും ഹേമന്തിനെ കണ്ടു. അവൻ ഉടനെ ഹേമന്തിൻ്റെ അരികിലേക്ക് നടന്നു. ഹേയ്, നീ എന്താ ഇവിടെ? എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്? ജഗൻ വളരെ സന്തോഷത്തോടെ ഹേമന്തിനെ നോക്കി ചോദിച്ചു. അത് കേട്ട് ലാവണ്യയുടെ ഭാവം മാറി. അവൾ വളരെ കാലമായി അടുപ്പമുള്ള ആളുകളാണെന്ന് അവൾക്ക് തോന്നി. അപ്പോൾ ജഗൻ പറഞ്ഞു, ലാവണ്യ, ഇതെൻ്റെ ബിസിനസ് പങ്കാളിയാണ് ഹേമന്ത്. ലാവണ്യയും അവരെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ ജഗൻ അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഹേമന്ത്, ഇതെൻ്റെ പുതിയ കാമുകിയാണ് ലാവണ്യ ദർശൻ. നിങ്ങൾ പരസ്പരം അറിയാമോ? എനിക്കെന്നാൽ കണ്ടു. ജഗൻ ചോദിച്ചു. എനിക്ക് ഇവളെ അറിയില്ല, ലാവണ്യ പെട്ടെന്ന് പറഞ്ഞു. അവൾ അറിയാതെ പറഞ്ഞു പോയതാണ്. അത് കേട്ട് ഹേമന്ത് പുച്ഛത്തോടെ ചിരിച്ചു. എന്നിട്ട് ഹേമന്ത് ലാവണ്യയുടെ നേർക്ക് രൂക്ഷമായി നോക്കി. അവരെല്ലാം തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവൻ സ്വയം വിലക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ മിസ് ലാവണ്യ ദർശനെ ആദ്യമായി കാണുകയാണ്. എനിക്കും അറിയില്ല. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്, അവൻ പറഞ്ഞു നിർത്തി. എന്നിട്ട് ലാവണ്യയുടെ നേർക്ക് നോക്കി. രണ്ടുപേരും പിന്നീട് ഒരക്ഷരം മിണ്ടിയില്ല. സത്യത്തിൽ അതൊരു പാർട്ടി നടക്കുന്ന ഇടമായിരുന്നു. അവിടെ ആളുകളെല്ലാം ലാവണ്യയെ പരിചയപ്പെടാനും മറ്റുമായി വന്നുകൊണ്ടിരുന്നു. ഹേമന്ത് നിശബ്ദനായി ഒരു സീറ്റിലിരുന്നു. ഒരു ഗ്ലാസ് റെഡ് വൈൻ കുടിക്കാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകളിലെ വികാരം വ്യക്തമായിരുന്നു. ലാവണ്യ ഇത്രയും സന്തോഷിച്ച് അവൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതവൻ വളരെ സന്തോഷമുള്ള കാഴ്ചയായിരുന്നു. എങ്കിലും ഉള്ളിലെവിടെയോ അവൻ അസൂയ ഉണ്ടായിരുന്നു. ജഗനും ലാവണ്യവും നല്ല ജോഡിയാണെന്ന് തോന്നി. പക്ഷേ എന്തുകൊണ്ടോ അവന് ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങി. അത്ര വേഗമൊന്നും ലാവണ്യയ്ക്ക് സിദ്ധാർത്ഥനെ മറക്കാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കാം അവൾ ജഗനെ കാമുകനായി അഭിനയിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. സിദ്ധാർത്ഥനെ തകർക്കാൻ വേണ്ടി മാത്രമായിരിക്കും അവൾ ജഗൻ്റെ ഒപ്പം കൂടിയതെന്ന് ഹേമന്ത് ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ സഹായിച്ചിട്ടില്ലെങ്കിൽ അവൾ ഉറപ്പായിട്ടും അവനെ വിട്ടുപോകും. ഇതാലോചിച്ചപ്പോൾ ഹേമന്തിന് വല്ലാത്ത വിഷമം തോന്നി. താൻ പ്രണയിച്ച പെൺകുട്ടി മറ്റൊരാളുടെ കൂടെ പോയതിനേക്കാൾ അയാൾക്ക് വിഷമം തോന്നിയത് തൻ്റെ ബിസിനസ് പങ്കാളിക്ക് അവൾ കാരണം എന്തെങ്കിലും വിഷമം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടായിരുന്നു. മാത്രമല്ല തൻ്റെ സുഹൃത്തായ സിദ്ധാർത്ഥിനെക്കുറിച്ചും അവൻ ആവലാതി ഉണ്ടായിരുന്നു. അവളുടെ ഉദ്ദേശം എന്താണെന്ന് താൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. ഇതിനെല്ലാം പുറമെ സ്ത്രീ വിഷയത്തിൽ ജഗനുള്ള താല്പര്യം ഹേമന്തിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. ഇതെല്ലാം കൊണ്ടുതന്നെ അവൻ അല്പം ആശയക്കുഴപ്പത്തിലായിരുന്നു. എങ്കിലും ലാവണ്യയോട് ഇതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ അവൻ ആഗ്രഹിച്ചു. അവൻ അവളെ ഒന്ന് ഒതുക്കത്തിൽ കിട്ടാൻ കാത്തിരുന്നു. ഒടുക്കം അവളെ അവൻ വേദിയുടെ ഒരു വശത്ത് വെച്ച് കണ്ടുമുട്ടി. അവളെ പോകാൻ അനുവദിക്കാതെ അവൻ വഴി തടഞ്ഞു. അത് ശ്രദ്ധിച്ച ലാവണ്യ ചോദിച്ചു, ഹേമന്ത്, എന്താ നിന്റെ പ്രശ്നം? അവൾ ജഗൻ്റെ അടുത്തോട്ട് നോക്കിക്കൊണ്ടാണ് അത് ചോദിച്ചത്. അത് കേട്ട് ഹേമന്ത് പറഞ്ഞു, നിന്റെ ഉദ്ദേശം എന്താണ്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിനക്ക് ജഗൻ ആരാണെന്നറിയാമോ? നീ എൻ്റെ കൂടെ പോര്, ഞാൻ നിന്നെ സഹായിക്കാം. നീ വരൂ. ഹേമന്ത് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ വലിയ തമാശ കേട്ട പോലെ അവൾ ചിരിച്ചു. നിന്റെ കൂടെ വന്നാൽ നീ എന്നെ സഹായിക്കുമെന്നാണോ പറഞ്ഞു വരുന്നത്? കൊള്ളാം. അന്ന് ഞാൻ ആ വേദിയിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ പോലും നിന്നെ അവിടെ കണ്ടില്ലല്ലോ. ഈ പറഞ്ഞ് സഹായം ചെയ്യാൻ നിനക്ക് അന്നും നിന്റെ സുഹൃത്ത് തന്നെയല്ലേ വലുത്. അതുകൊണ്ട് നീ എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വിഷമിക്കേണ്ട. എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി, അവൾ വെറുപ്പോടെ പറഞ്ഞു. അത് ഹേമന്ത് കേട്ട് അവളോട് പറഞ്ഞു, നീ ഇങ്ങനെ നിന്റെ ജീവിതം തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ദയവായി നീ എൻ്റെ കൂടെ വരണം. എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കും. സിദ്ധാർത്ഥ് നമ്മുടെ സുഹൃത്താണല്ലോ. അവനോട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. നിന്നോട് ഞാൻ വേണമെങ്കിൽ അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാം. ഹേമന്ത് പറഞ്ഞത് കേട്ട് ലാവണ്യ ചിരിച്ചു. അതിനെന്തിനാ നീ എന്നോട് മാപ്പ് പറയിപ്പിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ എന്നോട് ചെയ്തത് നിനക്കറിയാവുന്നതാണല്ലോ. എന്നെ അപമാനിച്ചു. ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് പോലും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് അവനോട് നല്ല വെറുപ്പുണ്ട്. അത് നീ മാറ്റിയെടുക്കാൻ ഒന്നും ശ്രമിക്കേണ്ട, ലാവണ്യ പറഞ്ഞു. അത് കേട്ട് ഹേമന്ത് അവളോട് പറഞ്ഞു, നീ അവനെ കുറ്റം പറയണ്ട. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളത് നിനക്കും അറിയാവുന്ന കാര്യമാണ്. അവനോട് വെറുതെ വിരോധം തോന്നണ്ട. അത് കേട്ട് ലാവണ്യയുടെ ദേഷ്യം വർദ്ധിച്ചു. അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നീ എന്നെ കാണാൻ വരരുത്, അവൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. ഹേമന്ത് ഒന്നും പറയാതെ അവൾ പോകുന്നത് നോക്കി നിന്നു. അവൻ്റെ മനസ്സിലപ്പോൾ ഓരോ കാര്യങ്ങളായി തെളിഞ്ഞു വരാൻ തുടങ്ങി.
സിദ്ധാർത്ഥ് അവളോട് അത്രയും മോശമായി പെരുമാറുന്നതെല്ലാം താൻ അവളെ സ്നേഹിക്കുന്നത് അറിയാവുന്നത് കൊണ്ടാണ്. അതായത് സിദ്ധാർത്ഥിൻ്റെ സ്നേഹം അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവനറിയാം. അങ്ങനെ ഒരു ഉദ്ദേശം ലാവണ്യക്കുള്ളത് കൊണ്ട് അവൾ അത് തുടർന്നാൽ താൻ വിഷമിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് സിദ്ധാർത്ഥ് ഒരിക്കലും അവൾക്ക് നേരെ ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യാത്തത്. അങ്ങനെയുള്ള അവളെക്കുറിച്ച് അവൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഓർത്തപ്പോൾ ഹേമന്തിന് വല്ലാത്ത വിഷമം തോന്നി. അവനൊന്നും പറയാതെ അവിടെ നിന്നും പോയി. അപ്പോൾ ലാവണ്യ ഹേമന്തിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവൻ എന്നോട് ഇഷ്ടമുണ്ടെന്ന് അവൾക്കറിയാം, പക്ഷേ അത് അവൾ കാണാത്തതായി ഭാവിച്ചതാണ്. എന്നിരുന്നാലും ഇത്രയും വർഷത്തെ അനുഭവത്തിനിടയ്ക്ക് തന്നോട് മോശമായി പെരുമാറാത്ത, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും തന്നെ മുതലെടുക്കാൻ ശ്രമിക്കാത്ത ഒരേ ഒരു വ്യക്തി ഹേമന്ത് മാത്രമായിരുന്നു. അതോർത്തപ്പോൾ അവൾക്ക് അവനോട് സഹതാപം തോന്നി. അധ്യായം 319 എമർജൻസി കോൾ. ലാവണ്യ മറ്റൊന്നും ചിന്തിക്കാതെ ജഗന്റെ അരികിലേക്ക് തന്നെ പോയി. സത്യത്തിൽ ഹേമന്തിനോട് അവൾക്ക് യാതൊരുവിധ വിരോധവും ഉണ്ടായിരുന്നില്ല. അവൾക്കിടയിൽ പ്രധാന പ്രശ്നം ഹേമന്തിന് സിദ്ധാർത്ഥിനോടുള്ള അടുപ്പം മാത്രമായിരുന്നു. ഹേമന്ത് എപ്പോഴും സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ലാവണ്യ അവനോടും അകലം പാലിച്ചത്. പക്ഷെ എത്രയൊക്കെ ആയിരുന്നാലും അവന് തൻ്റെ നല്ലൊരു സുഹൃത്താണെന്ന് ലാവണ്യയ്ക്ക് അപ്പോഴും തോന്നി. എങ്കിലും സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും അപമാനം നേരിടുന്നത് ഹേമന്തിന് ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പദ്ധതികളൊന്നും അവൻ അറിയാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അവൾ തിരികെ ജഗൻ്റെ അടുത്ത് ചെല്ലുന്നതിനു മുൻപ് മറ്റൊരാൾ ജഗനുമായി സംസാരിച്ചിരുന്നു. അവളും ഹേമന്തും സംസാരിച്ച കാര്യങ്ങളെല്ലാം മറ്റൊരാൾ കേട്ടിരുന്നു. അത് ജഗനെ തന്നെ ഒരു പേഴ്സണൽ സ്റ്റാഫായിരുന്നു. അയാൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ജഗനോട് പറഞ്ഞു കൊടുത്തു. ജഗൻ്റെ കണ്ണുകളിൽ ഒരു താല്പര്യമില്ലായ്മ തെളിഞ്ഞു. എങ്കിലും അവൻ്റെ ഉള്ളിൽ ലാവണ്യ നല്ലൊരു കുട്ടിയാണെന്ന ചിന്ത കടന്നുകൂടിയിരുന്നു. അവൻ അവളോടൊരു പ്രത്യേക താല്പര്യം തോന്നാൻ തുടങ്ങിയിരുന്നു. അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് വൈൻ എടുത്തു കുടിച്ചു. അവൻ്റെ മുഖത്ത് എന്തോ ചിന്തിക്കുന്നൊരു ഭാവമുണ്ടായിരുന്നു. അത് ലാവണ്യ ശ്രദ്ധിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി ജഗൻ, സുഖമില്ലേ? മുഖമൊക്കെ എന്തോ വല്ലാതിരിക്കുന്നല്ലോ. ലാവണ്യ ചോദിച്ചത് കേട്ട് ജഗൻ അവളെ നോക്കി. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കഴിഞ്ഞ രാത്രിയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. എനിക്ക് നിന്നോട് ഭയങ്കരമായ പ്രണയമുണ്ട്, അതൊരിക്കലും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. അവൻ പ്രണയാർദ്രമായി അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതെല്ലാം പുതിയതരം അനുഭവമായതുകൊണ്ട് തന്നെ ലാവണ്യയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവൾ അവൻ്റെ അരികിലേക്ക് നാണത്തോടെ ചേർന്ന് നിന്നു. അവളുടെ നാണം കണ്ട ജഗൻ തന്നെ നിയന്ത്രിക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾക്കരികിൽ നിന്നു. അവൻ അവളെ ചുംബിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. തൻ്റെ സ്റ്റാഫ് അല്പം മുമ്പ് അന്വേഷിച്ച് അറിഞ്ഞ കാര്യങ്ങൾ അയാൾ ആലോചിച്ചു. ലാവണ്യവും ഹേമന്തും തമ്മിൽ വളരെ മുമ്പ് അറിയാമായിരുന്നു എന്നും അവർ സുഹൃത്തുക്കളാണെന്നും അവൻ അറിഞ്ഞിരുന്നു. സിദ്ധാർത്ഥിൻ്റെ തോൽവിയാണ് ലാവണ്യയുടെ ലക്ഷ്യമെന്നും ജഗൻ അറിയാം. അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ കൂടെ വേണമെന്ന് അയാൾക്ക് മതിയായ ആഗ്രഹം തോന്നി. നിന്നെപ്പോലെ ഒരു സുന്ദരിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഞാൻ വളരെ ഭാഗ്യവാനാണ്, ജഗൻ മദ്യലഹരിയിൽ പറഞ്ഞു. അത് കേട്ട് ലാവണ്യയുടെ മുഖം നാണം കൊണ്ട് തൊടുത്തു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ജഗൻ ലാവണ്യയുടെ അതരങ്ങളിൽ ചുംബിച്ചു. ലാവണ്യ അതൊന്നും പ്രതീക്ഷിച്ചിരുന്നതല്ല. മാത്രമല്ല അത്രയും അധികം ആളുകളുടെ മുൻപിൽ വെച്ച് അയാൾ അങ്ങനെ ചെയ്തതെന്ന് അവൾക്ക് നീരസവും തോന്നി. അതൊരു പാർട്ടി നടക്കുന്ന വേദിയായിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മദ്യലഹരിയിലായിരുന്നു. അവരെല്ലാം ജഗനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ആ പ്രവൃത്തി ഇഷ്ടമാകാത്ത ഒരാളും ആ വേദിയിലുണ്ടായിരുന്നു. ഹേമന്തായിരുന്നു അത്. അവൻ അവർക്ക് നേരെ രൂക്ഷമായി നോക്കിയിരുന്നു. അവൻ്റെ മനസ്സിലെ സകല അസൂയയും ആ നോട്ടത്തിൽ പ്രകടമായിരുന്നു. അത് ലാവണ്യ കാണുകയും ചെയ്തു. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ഹേമന്തിനെ വിഷമിപ്പിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ നോട്ടം നേരിടാനാകാതെ കണ്ണുകൾ അടച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ട ജഗൻ ചുംബനം നിർത്താതെ തുടർന്നു കൊണ്ടിരുന്നു. ലാവണ്യ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഒടുവിൽ ജഗൻ അവളെയും എടുത്ത് അവിടെ നിന്ന് നടന്നുപോയി. ഹേമന്ത് ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ ഇരുന്നു. അല്പസമയത്തിനു ശേഷം അവൻ അവിടെ നിന്നും ഇറങ്ങി. അപ്പോഴാണ് അവന് സിദ്ധാർത്ഥിനെക്കുറിച്ച് ഓർമ്മ വന്നത്. അവൻ എവിടെയാണെന്ന് അറിയില്ല. കുറച്ചു ദിവസമായി അവന് വിവാഹം കഴിഞ്ഞ തിരക്കുകളായിരുന്നതുകൊണ്ട് തന്നെ അവനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് കരുതി ഹേമന്ത് അവനെ കാണാൻ ചെന്നിരുന്നില്ല. ഈ സമയം ഹേമന്തിന് സിദ്ധാർത്ഥിനെ വിളിച്ചു നോക്കാൻ തോന്നി. സമയം അർദ്ധരാത്രിയോട് അടുത്തിരുന്നു. സിദ്ധാർത്ഥും നീലിമയും അശ്വനൊപ്പം കളിച്ചും ആസ്വദിച്ചും പകൽ ചെലവഴിച്ചതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ക്ഷീണിതരായി ഉറങ്ങുകയായിരുന്നു. ഹേമന്ത് വിളിച്ചപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉച്ചത്തിലുള്ള റിംഗ് ടൂൺ നീലിമ കേട്ടു. തൻ്റെ മൊബൈൽ ഫോൺ ആണെന്ന് കരുതി നീലിമ കോൾ എടുത്തു. ഹലോ, ആരാണ്? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. ഫോണിൻ്റെ മറുവശത്തൊരു സ്ത്രീ ശബ്ദം കേട്ടപ്പോൾ ഹേമന്ത് ഉടൻ പ്രതികരിച്ചു. നീലിമ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഹേമന്തിൻ്റെ ശബ്ദം കേട്ട് നീലിമ അന്താളിച്ചു നിന്നു. അപ്പോഴാണ് അവൾക്ക് തൻ്റെ ഫോണല്ല എന്ന് മനസ്സിലായത്. അവൾ ഉടനെ ക്ഷമാപണം നടത്തി. അയ്യോ, ഇത് എൻ്റെ ഫോണാണെന്ന് കരുതിയാണ് ഞാൻ എടുത്തത്. ഹേമന്താണോ? എന്തു പറ്റി? ഈ സമയത്ത് വിളിച്ചതെന്തിനാ? സിദ്ധാർത്ഥ് ഉറങ്ങുകയാണ്, ഞാൻ ഉണർത്തട്ടെ? നീലിമ ചോദിച്ചു. കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യമൊന്നുമില്ല, ഞാൻ അവനെ നാളെ വിളിക്കുന്നുണ്ട്. ഹേമന്ത് പെട്ടെന്ന് മറുപടി പറഞ്ഞു. നീലിമ സിദ്ധാർത്ഥിനെ ഉണർത്താതിരിക്കാൻ വേണ്ടി ഹേമന്ത് തിടുക്കത്തിൽ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത ശേഷം ഹേമന്ത് സ്വസ്ഥമായി
മായിരുന്നു. അപ്പോൾ തൽക്കാലം അവൻ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീലിമ പറഞ്ഞേനെ. ഹേമന്ത് അസ്വസ്ഥതയോടെ ഓർത്തു. അപ്പോഴും ലാവണ്യയുടെ കാര്യങ്ങൾ സിദ്ധാർത്ഥിനെ അറിയിക്കാൻ അവന് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ പറയണ്ട എന്നും അവൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ നീലിമയ്ക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഹേമന്ത് ഒരു കാര്യവുമില്ലാതെ ആ സമയത്ത് വിളിക്കുമെന്ന് അവൾക്ക് തോന്നുന്നില്ലായിരുന്നു. ഹേമന്തിൻ്റെ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ട്, അതവൻ തുറന്നു പറയാത്തതാണ്. ഈ കാര്യങ്ങൾ സിദ്ധാർത്ഥിനോട് പറയണമെന്ന് ചിന്തിച്ചുകൊണ്ട് നീലിമ കിടന്നു. അവൾ തലതിരിഞ്ഞ് കിടക്കാൻ തുടങ്ങിയപ്പോൾ സിദ്ധാർത്ഥ് ഉണർന്നു കിടക്കുന്നത് ശ്രദ്ധിച്ചത്. നിങ്ങൾ ഉണർന്നു കിടക്കുകയായിരുന്നോ? ഹേമന്ത് വിളിച്ചിരുന്നു. ഞാൻ എൻ്റെ ഫോണാണെന്ന് കരുതി വിചാരിച്ചത്. നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്തു പോയി. സോറി. ഹേമന്ത് എന്തോ കാര്യമുണ്ടായിട്ടാണ് വിളിച്ചതെന്ന് തോന്നി. ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കാമോ? നീലിമ പറഞ്ഞു. അത് കേട്ട് വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു. അവൻ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിന്നോട് പറഞ്ഞേനെ. ഒരു കാര്യവുമില്ലാതെയായിരിക്കും അവൻ കോൾ കട്ട് ചെയ്തത്. നീ എന്തായാലും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ അവനെ നാളെ എങ്ങാനും തിരിച്ചു വിളിച്ചോളാം. സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞുകൊണ്ട് അവളെ നോക്കി കിടന്നു. അപ്പോൾ സിദ്ധാർത്ഥ് ആലോചിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ഹേമന്ത് ചിലപ്പോൾ വിളിച്ചിരിക്കുക ലാവണ്യയെക്കുറിച്ച് അറിയിക്കാനാണ്. അവൾ എവിടെയായിരുന്നാലും എന്ത് ചെയ്യുകയാണെങ്കിലും എനിക്കതറിയാൻ തൽക്കാലം താല്പര്യമില്ല എന്നിങ്ങനെ ചിന്തിച്ചു കിടക്കുന്നത് കൊണ്ട് ആ സമയം ഹേമന്തിനെ അവൻ തിരിച്ചു വിളിച്ചില്ല. അവൻ നീലിമയെ തന്നിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ട്, എനിക്കിപ്പോൾ ഈ ലോകത്ത് മറ്റാരും വേണ്ട, നീ ഇങ്ങനെ അടുത്തുണ്ടായാൽ മാത്രം മതി. അവൻ പ്രണയാർദ്രമായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ പ്രണയം കണ്ടില്ലെന്ന് നടിക്കാൻ അവൾക്കും കഴിയുമായിരുന്നില്ല. രണ്ടുപേരും പിന്നെയും വീണ്ടും ഉറങ്ങി. ലാവണ്യയുടെ അവസ്ഥ പക്ഷേ അങ്ങനെയായിരുന്നില്ല. അവൾ ജഗൻ്റെ ഒപ്പം അവൻ്റെ വീട്ടിലായിരുന്നു. അവൻ അവളുടെ ശരീരത്തിൽ കൈകൾ ചേർത്ത് പുണർന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് ഹേമന്തിൻ്റെ നോട്ടം ഓർമ്മ വന്നു. പക്ഷേ ജഗനെ അവൾക്ക് തടയാനും സാധിച്ചില്ല. കാരണം സിദ്ധാർത്ഥിനോട് പ്രതികാരം ചെയ്യാനുള്ള ഒരേയൊരു വഴിയാണ് ജഗൻ. അവനെ വെറുപ്പിക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അവൻ ഇഷ്ടമുള്ളതെല്ലാം സമ്മതിക്കുന്നത് പോലെയാണ് ലാവണ്യ പെരുമാറിയത്. അവൾ അങ്ങനെ പെരുമാറിയപ്പോൾ അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, സിദ്ധാർത്ഥിനെക്കുറിച്ച് തന്നെ ആലോചിച്ചത്? ഞാനും അവനെക്കുറിച്ച് തന്നെ ആലോചിച്ചു. ഞാനൊരു പണി വെച്ചിട്ടുണ്ട്. ജഗൻ പറഞ്ഞത് കേട്ട് ലാവണ്യ അവനെ നോക്കി. പണിയോ? എന്തു പറ്റി? എനിക്ക് മനസ്സിലായില്ല. അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. എന്ത് പണിയാണെങ്കിലും എന്താ? നിന്റെ ആഗ്രഹം അതാണല്ലോ. അത് ഞാൻ സാധിച്ചു തരാൻ പോവുകയാണ്. സിദ്ധാർത്ഥിൻ്റെ തോൽവി ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ജഗൻ അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ലാവണ്യ വീണ്ടും ചോദിച്ചു, എന്തു പറ്റിയ പണിയാണ്? എന്നോടൊന്ന് പറഞ്ഞു തരാമോ? എനിക്കത് അറിയാൻ താല്പര്യമുണ്ട്. ദയവായി പറയൂ. അവൾ ചോദിച്ചത് കേട്ട് ജഗൻ ചിരിയോടെ അവളുടെ കവിളുകളിൽ തൊട്ടു. എന്തായാലും നീ ആ കാര്യം അറിയും. അപ്പോൾ പിന്നെ നേരത്തെ അറിയുന്നത് എന്തിനാ? സമയമുണ്ടല്ലോ. എല്ലാം വിശദമായി പറയാം. നിനക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? അതെനിക്ക് തെളിയിക്കാൻ സാധിക്കും. എന്തായാലും നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തോറ്റുപോകില്ല. അവൻ അവളുടെ അതരങ്ങളിൽ കവർന്നുകൊണ്ട് പറഞ്ഞു. ലാവണ്യ അത് കേട്ട് കണ്ണുകളടച്ച് അവൻ്റെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങി. അവളുടെ ഉള്ളിൽ സിദ്ധാർത്ഥിൻ്റെ തോൽവി മാത്രമായിരുന്നു ലക്ഷ്യം. അതോർത്തപ്പോൾ അവളുടെ മുഖത്തൊരു ചിരി തെളിഞ്ഞു. ഇതേ സമയം ഹേമന്ത് സിദ്ധാർത്ഥിനെക്കുറിച്ചും ജഗനെക്കുറിച്ചുമെല്ലാം ചിന്തിക്കുകയായിരുന്നു. ജഗൻ ഒരുപാട് ബന്ധമുള്ള ആളാണ്. അവനെ വെച്ചാണ് ലാവണ്യ സിദ്ധാർത്ഥിനെ തോൽപ്പിക്കാൻ പ്ലാൻ ഇടുന്നത്. അത് തടയാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഹേമന്ത് ചിന്തിച്ചു. എന്തായാലും ഇപ്പോൾ സിദ്ധാർത്ഥും നീലിമയും എല്ലാം സുരക്ഷിതരാണ്. ഇനിയൊരു പ്രശ്നം വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നോർത്തുകൊണ്ട് അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് അതിരാവിലെ മനീഷിൻ്റെ ഫോൺ കോൾ കേട്ടാണ് സിദ്ധാർത്ഥ് ഉറക്കത്തിൽ നിന്നുണർന്നത്. സിദ്ധാർത്ഥിന് വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ മനീഷ് വിളിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ഉടനെ ആ കോൾ എടുത്തു. കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ മനീഷ് പറഞ്ഞു, സാർ, നമ്മുടെ ബിസിനസ് സൈറ്റിൽ ഉണ്ടായിരുന്നില്ലേ നീലിമ മാരേജ് റിസപ്ഷന് വേണ്ടി നമുക്ക് നേരിട്ട് തന്ന ഭൂമിയിലെ അത് ഇന്നലെ രാത്രി ആരോ നശിപ്പിച്ചു. അവിടുത്തെ ബിൽഡിംഗ് ഒക്കെ നന്നായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശം മൊത്തം ഗുണ്ടകളെ കൊണ്ടാക്കിയ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൊഴിലാളികളിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. മനീഷ് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് എഴുന്നേറ്റിരുന്നു പോയി. എന്താ താൻ പറഞ്ഞത്? അത് ആരാണ് അങ്ങനെ ചെയ്തത്? സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് മനീഷ് വ്യക്തമായ മറുപടി പറയാനില്ലാതെ അല്പനേരം വിഷമിച്ചു. ശേഷം പറഞ്ഞു, ആരാണ് ചെയ്തതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പരാതി കൊടുത്തിരുന്നു. മനഃപൂർവ്വം അവർ ചെയ്തതാണെന്നാണ് നമ്മുടെ തൊഴിലാളികളെല്ലാം പറയുന്നത്. നമ്മുടെ ശത്രുക്കൾ ആരോ ആണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് തോന്നി. ആരെയാണ് സംശയിക്കേണ്ടതെന്നറിയില്ല. മനീഷ് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവനോട് പറഞ്ഞു, ആ ഭൈരവനാണോ ഇതിന് പിന്നിലെ എന്ന് അന്വേഷിക്കുക. അവരാണെങ്കിൽ അത് എന്നോട് നീ പറയണം. ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് മനീഷ് പറഞ്ഞു, ആളെ കണ്ടുപിടിച്ചാൽ ഞാൻ ഉടനെ സാറിനെ അറിയിക്കാം. എന്തായാലും ഞാൻ ഇപ്പോൾ സൈറ്റിലേക്ക് പോവുകയാണ്. അവിടെ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ചെന്ന് ശേഷം പറയാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് മനീഷ് ഫോൺ കട്ട് ചെയ്തു. സിദ്ധാർത്ഥ് വളരെ അസ്വസ്ഥനായിരുന്നു. അവൻ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. അത് ശ്രദ്ധിച്ച് നീലിമ ചോദിച്ചു,
എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീലിമ ചോദിച്ചത് കേട്ട് അവൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നീ ഉറങ്ങാൻ നോക്ക്. അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും നീലിമ വിടാനുള്ള ഒരുക്കമില്ലായിരുന്നു. അവൾ അവൻ്റെ നേർക്കു നോക്കി വീണ്ടും ചോദിച്ചു, എന്ത് പ്രശ്നമുണ്ടായാലും എന്നോട് പറയണം, നമുക്കിത് പരിഹരിക്കാൻ സാധിക്കും. അവൾ വീണ്ടും പറഞ്ഞു. അപ്പോൾ അവൻ അവളോട് കാര്യങ്ങളെല്ലാം പറയാൻ തോന്നി. അവൻ ആ കാര്യം അവളോട് പറയാതിരിക്കുന്നതിന് കാരണം കൂടി ഉണ്ടായിരുന്നു. ഒരു വില്ല പ്രൊജക്റ്റ് നീലിമയ്ക്ക് ഒരു ഗിഫ്റ്റ് പോലെ കൊടുക്കാൻ അവൻ പ്ലാൻ ചെയ്ത് ആശിച്ചുണ്ടാക്കിയെടുത്തതായിരുന്നു. അതൊരു വലിയ പൂന്തോട്ടവും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു പ്രശ്നം നേരിടുന്നത്. അത് ഓർത്തപ്പോൾ അവന് വല്ലാത്ത വിഷമം തോന്നി. ആ സ്ഥലം അവന് കിട്ടാൻ കാരണം നീലിമ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവർ അത് അവൾക്ക് ഗിഫ്റ്റ് നൽകാൻ തീരുമാനിച്ചിരുന്നതും. അവളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ തന്നെ അവൻ തീരുമാനിച്ചു. നമ്മുടെ സൈറ്റിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു തൊഴിലാളി മരിച്ചു. ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് കേൾക്കുന്നത്. അതാ മനീഷ് വിളിച്ചു പറഞ്ഞത്. എനിക്ക് സംശയം ആ ഭൈരവിനെയാണ്. ഇത്രയും ചിത്രീകരണങ്ങളെല്ലാം അവനാണ് കാണിക്കാറുള്ളത്. അവൻ എങ്ങനെയുള്ളവനാണെന്ന് എനിക്കറിയാം. അവനാണ് ഇതിന് പിന്നിലെന്ന് തെളിഞ്ഞാൽ ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ ഉടനെ പറഞ്ഞു, ഭൈരവനായിരിക്കും ഇതിന് പിന്നിലെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനെ അങ്ങനെയൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. എനിക്കറിയാവുന്നതല്ലേ. ഒരിക്കലും അവനായിരിക്കില്ല ഇതിന് പിന്നിൽ. അത്രയ്ക്ക് ക്രൂരനൊന്നുമല്ല ഭൈരവ്. എനിക്കറിയാവുന്നത് കൊണ്ട് പറയുകയാണ്. ഇത് മറ്റാരോ ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മറ്റ് ശത്രുക്കളുണ്ടോ? അവരെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്കൂ. ആരാണ് ചെയ്തതെന്ന് ഏകദേശം പിടികിട്ടും, നീലിമ പറഞ്ഞു. അവൾ വളരെ സമാധാനത്തോടെയാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ നീലിമ ഭൈരവിനെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഭാവം പൊടുന്നനെ മാറി. നിനക്ക് അവനെക്കുറിച്ച് എന്തറിയാം? നീ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? നിന്റെ ആരാണ് അവൻ? സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു കേട്ടപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ മുഖം മാറിയത് നീലിമ ശ്രദ്ധിച്ചത്. അവന് ഭൈരവിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് മനസ്സിലായപ്പോൾ നീലിമ ഉടനെ പറഞ്ഞു, അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചു പറഞ്ഞതല്ല. എൻ്റെ നല്ലൊരു സുഹൃത്താണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ അതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. അല്ലാതെ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതൊന്നുമല്ല, നീലിമ വീണ്ടും പറഞ്ഞു. നീ അവനെ പുകഴ്ത്തിയാണ് സംസാരിക്കുന്നത്. അവൻ നിന്റെ ഫ്രണ്ടാണെന്നും പറയുന്നുണ്ടല്ലോ. നീ അവനെ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? അതെല്ലാം പോട്ടെ, നിനക്ക് അവനെക്കുറിച്ച് കൂടുതൽ എന്തറിയാം? എനിക്കറിയണം അത്രയൊന്നും നിനക്ക് ഭൈരവനെ പറ്റി അറിയില്ലല്ലോ. അതുകൊണ്ട് ഇനി മേലിൽ അവനെ പുകഴ്ത്തി സംസാരിക്കേണ്ട, പ്രത്യേകിച്ച് എൻ്റെ മുന്നിൽ വെച്ച്, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് നീലിമ സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്ത് നല്ല അസൂയ പ്രകടമായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് ചെറുതായി ചിരി വന്നു. സിദ്ധാർത്ഥ് അപ്പോഴും നല്ല ദേഷ്യത്തിൽ തന്നെ ആയിരുന്നു. അധ്യായം 320. ഇവൾ സിദ്ധാർത്ഥിൻ്റെ ഭാര്യയാണ്. സത്യത്തിൽ സിദ്ധാർത്ഥിനും അറിയാമായിരുന്നു ഭൈരവ് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. കാരണം തൻ്റെ ബിസിനസ് എതിരാളികളെക്കുറിച്ച് അവന് വ്യക്തമായ ധാരണയുണ്ട്. അവർ എന്തെല്ലാം ചെയ്യും ചെയ്യില്ല എന്നെല്ലാം സിദ്ധാർത്ഥിന് അറിയാം. അതുകൊണ്ട് തന്നെ നീലിമ പറഞ്ഞ കാര്യം അവൻ നേരത്തെ തന്നെ ചിന്തിച്ചതുമാണ്. പക്ഷേ എന്നിരുന്നാലും നീലിമ അവൻ്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ചു എന്നോർത്തപ്പോൾ സിദ്ധാർത്ഥിന് വല്ലാത്ത അസൂയ തോന്നി. മാത്രമല്ല അവൾ ഭൈരവിനെ പുകഴ്ത്തി സംസാരിക്കുന്നതും അവന് ഒട്ടും ഇഷ്ടമല്ല. നീലിമ അവനെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിച്ചപ്പോൾ ഇരുന്നു കൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് വല്ലാത്ത ദേഷ്യം പ്രകടമായിരുന്നു. അവൻ അത് ഒരുവിധം നിയന്ത്രിച്ചുകൊണ്ടാണ് നിന്നത്. നീലിമ തന്നേക്കാൾ പ്രാധാന്യം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അവന് സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. അത് മനസ്സിലാക്കിയതുകൊണ്ട് നീലിമ അവൻ ശാന്തനാകാൻ വേണ്ടി കാത്തിരുന്നു. അതിനു മുൻപ് എന്തെങ്കിലും സംസാരിച്ചാൽ അവന് വീണ്ടും ദേഷ്യം വരുമെന്നും അവൾക്കറിയാമായിരുന്നു. അവൻ അല്പം ശാന്തനായതുപോലെ കണ്ടപ്പോൾ അവനെ സമാധാനിപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ അവൾ അവനോട് വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ചു. സിദ്ധാർത്ഥ്, എനിക്ക് ഭൈരവുമായി ഒരു ബന്ധവുമില്ല. ദയവായി അതിനെക്കുറിച്ച് അധികം ചിന്തിക്കരുത്. ഞാൻ നിങ്ങളെ മാത്രമാണ് സ്നേഹിക്കുന്നത്. നിങ്ങളത് അറിയാവുന്നതാണല്ലോ. അപ്പോൾ എന്തിനാണ് സംശയിക്കുന്നത് പോലെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് വല്ലാത്ത വിഷമം വരും. എൻ്റെ മനസ്സിൽ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, അവൾ അവൻ്റെ മുഖം നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനുശേഷം അവൻ്റെ കവിളിൽ ചുംബിച്ചു. സിദ്ധാർത്ഥ് അപ്പോൾ അല്പം തണുത്തു. അവൻ അധികം ദേഷ്യം പുറമേ കാണിച്ചില്ല. അവൾ തന്നെ ചുംബിച്ചപ്പോൾ താൻ എത്രമാത്രം അവളുടെ ഒരു സ്പർശത്തിൽ പോലും അടിമപ്പെട്ടിരിക്കുന്നെന്ന് അവന് മനസ്സിലായി. ആ കാര്യം ആലോചിക്കുമ്പോൾ അവൻ അപ്പോഴും അത്ഭുതമായിരുന്നു. ഒരു സ്ത്രീക്ക് തന്നെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് അവൻ ഒരിക്കലും കരുതുന്നതല്ല. അവളോട് അവന് അത്യധികം പ്രണയമുണ്ടായിരുന്നു. എന്നിരുന്നാലും അവന് ഭൈരവിനെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് നീലിമ അവനോട് അധികം അടുക്കുന്നതും സിദ്ധാർത്ഥ് ക്ഷമിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു, എന്തെന്നാലും ആ ഭൈരവിനെ അധികം വിശ്വസിക്കരുത്. നിനക്ക് എന്നും ഞാൻ കൂടെ ഉണ്ടാവും. അത് മതി. വേറെ ആരും നിനക്ക് വേണ്ട. ഭൈരവിൻ്റെ കൂടെ എങ്ങാനും നീ ഇനി സംസാരിക്കുന്നത് ഞാൻ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അത് പറയുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് വല്ലാത്ത അസൂയ പ്രകടമായിരുന്നു. അത് ശ്രദ്ധിച്ച നീലിമ അവനോട് വേറെ ഒന്നും പറയാതെ തലയാട്ടി. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ സിദ്ധാർത്ഥിന് ദേഷ്യം വരുമെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. മാത്രമല്ല അവൻ കമ്പനി കാര്യങ്ങളിൽ അല്പം അസ്വസ്ഥനാണെന്നും അവൾക്കറിയാം. ഇതെല്ലാം ഓർത്തുകൊണ്ട് നീലിമ പുറത്തേക്ക് നോക്കി. നല്ല മഴ പെയ്യാൻ ഒരുങ്ങുന്ന അന്തരീക്ഷമായിരുന്നു. അത് ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ഉടനെ പറഞ്ഞു, ഇന്ന് പുറത്തേക്കൊന്നും പോകേണ്ട, നമുക്ക് മുറിയിൽ തന്നെ ഇരിക്കാം. നല്ല മഴയാണ്, നിനക്ക് അസുഖം വരും. അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമ അവനെ നോക്കി പെട്ടെന്ന് പറഞ്ഞു,
ഇന്ന് പുറത്തേക്കൊന്നും പോകണ്ട, നമുക്ക് മുറിയിൽ തന്നെ ഇരിക്കാം, നല്ല മഴയാണ്, നിനക്ക് അസുഖം വരും. അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമ അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു, കാലാവസ്ഥ കുറച്ച് ദിവസത്തേക്ക് മാത്രം ഉണ്ടാവില്ലെന്നാണ് വാർത്തയിൽ പറഞ്ഞത്. എനിക്കെന്തോ ഇവിടെ ഇങ്ങനെ മഴയത്തും ഇരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു. നമുക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങിയാലോ? നമ്മൾ 3 പേരും ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലവും നമുക്ക് ആഘോഷിക്കാനുള്ള ഇടങ്ങളാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇന്ന് മടങ്ങാം, പിന്നെ ഒരിക്കൽ വരാം. നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിനും അത് ശരിയാണെന്ന് തോന്നി. നീലിമ പക്ഷേ അപ്പോൾ അങ്ങനെ പറഞ്ഞത് അവൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു. അവൻ വില്ല പ്രൊജക്ട് അത്രയും വലിയ പ്രശ്നം നേരിടുമ്പോൾ അവർ ഒരിക്കലും അസ്വസ്ഥമായിരിക്കാൻ സാധിക്കില്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ടുകൂടിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഇന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങാം, പോരെ? അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നീലിമയെ പുണർന്നു. എന്നിട്ട് അവളുടെ ചെവിക്ക് പിറകിൽ ചുംബിച്ചു. നീലിമ അവനെ നോക്കിക്കൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരമായപ്പോൾ തന്നെ അവർ വീട്ടിലേക്ക് മടങ്ങി. ആ റിസോർട്ടിൽ നിന്നും തിരികെ മടങ്ങാൻ അശ്വിന് അല്പം പ്രയാസമുണ്ടായിരുന്നു. കാരണം അവൻ ആ യാത്രയും സ്ഥലങ്ങളും ശരിക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തിരികെ പോരാൻ അവന് സമ്മതക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. മല്ലിക അവരുടെ ലഗേജുകളും മറ്റുമായി മറ്റൊരു വണ്ടിയിൽ ആദ്യമേ വീട്ടിലേക്ക് തിരിച്ചു. മല്ലിക വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മുറ്റത്തൊരാൾ നിന്നിരുന്നു. അത് ഗീതയായിരുന്നു. അവരെ കണ്ട ഉടനെ മല്ലിക പറഞ്ഞു, മാഡം എപ്പോഴാണ് വന്നത്? ഞങ്ങളൊരു ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു. മോനെ നോക്കാൻ ഞാനും ഒപ്പം പോകേണ്ടി വന്നു. മാഡം ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. മല്ലിക അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോൾ ഗീത തടഞ്ഞു. നിങ്ങൾ ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു? നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ? നീലിമയും ഉണ്ടായിരുന്നോ? മല്ലികയുടെ മുഖം അത് കേട്ട് വിളറി. നീലിമയെ ഗീതയ്ക്ക് ഇഷ്ടമല്ലെന്ന് മല്ലികയ്ക്ക് അറിയാം. പക്ഷെ അവൾക്ക് കള്ളം പറയാനും അറിയാമായിരുന്നില്ല. ഗീതയുടെ മുഖത്തെ ദേഷ്യം അവഗണിക്കാതെ മല്ലിക പറഞ്ഞു, അതെ മാഡം, നീലിമ മാഡവും മോനും ആണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും മറ്റൊരു വണ്ടിയിൽ വരുന്നുണ്ട്. മല്ലിക പറഞ്ഞത് കേട്ട് ഗീതയ്ക്ക് മുഖം വല്ലാത്ത ദേഷ്യം ചുവന്നു. ഇവൾ എന്ന് ഭാവിച്ച എൻ്റെ മോനെയും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? അശ്വിൻ കൂടെ ഉണ്ടായിരുന്നില്ലേ? അവൻ സുഖമാണോ? എന്തുകൊണ്ടോ? അപ്പോൾ ഗീതയ്ക്ക് അശ്വിനെക്കുറിച്ച് ചോദിക്കാൻ തോന്നി. അതുകൊണ്ട് തന്നെയാണ് അവർ അത് ചോദിച്ചതും. എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും ആ കുഞ്ഞിനോട് ഗീതയ്ക്ക് പ്രത്യേക വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അശ്വിന് സിദ്ധാർത്ഥിൻ്റെ മുഖച്ഛായ ഉള്ളതുകൊണ്ട് ആ കുഞ്ഞിനെ കാണുമ്പോഴൊക്കെ സിദ്ധാർത്ഥിൻ്റെ കുട്ടിക്കാലമാണ് ഗീതയ്ക്ക് ഓർമ്മ വരാറുള്ളത്. അതുകൊണ്ട് അവർക്ക് ആ കുഞ്ഞിനോടൊരു പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച് മല്ലിക പറഞ്ഞു, അച്ചുവും ഉണ്ടായിരുന്നു. മോനും ആ വണ്ടിയിൽ തന്നെയാണ് തിരികെ വരുന്നത്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് മല്ലിക അകത്തേക്ക് കയറിപ്പോയി. മല്ലികയ്ക്ക് പിന്നാലെ ഗീതയും നടന്നു ചെന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല, നീലിമയുടെ വയറ്റിലുള്ള കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഗീത സത്യസന്ധമായ ഒരു ആശങ്കയുടെ പുറത്താണ് അത് ചോദിച്ചത്. ആ കുഞ്ഞിനെക്കുറിച്ചൊന്നും അവർക്ക് അധികം വേവലാതി ഉണ്ടായിരുന്നു. നീലിമ ഗർഭപാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ കുഞ്ഞിനും ഉണ്ടാകുമോ എന്ന് അവർക്ക് പേടിയുണ്ടായിരുന്നു. അത് കേട്ട് മല്ലിക പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. വീണ്ടും തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോൾ ഗീത വീണ്ടും ചോദിച്ചു, വയറ്റിലുള്ളത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നവൾ പറഞ്ഞില്ലേ? ഗീത ചോദിച്ചത് കേട്ട് മല്ലിക പറഞ്ഞു, ഇപ്പോൾ അങ്ങനെ ജെൻഡർ ഒന്നും നോക്കരുതെന്നും നിയമമുണ്ടല്ലോ, അതുകൊണ്ട് അവർ അതൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കുട്ടി ആരോഗ്യത്തോടെ ഇരിക്കണമെന്നല്ലേ എല്ലാവരും കരുതൂ. എനിക്ക് അതേ പറയാനുള്ളൂ. മല്ലിക പറഞ്ഞത് കേട്ട് ഗീത അവളെ നോക്കി. എനിക്ക് ആൺകുട്ടിയെ വേണമെന്ന് കരുതിയല്ല ഞാൻ അങ്ങനെ ചോദിച്ചത്. കുട്ടി എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പേരൊക്കെ നേരത്തെ കണ്ടുവയ്ക്കാമായിരുന്നില്ലേ? അതുകൊണ്ട് മാത്രമാണ് ചോദിച്ചത്. അല്ലാതെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവർ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നുപോയി. അവരുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ മല്ലിക നിന്നു. സത്യത്തിൽ നീലിമയോട് ഗീതയ്ക്ക് വല്ലാത്ത വെറുപ്പുണ്ടെങ്കിലും കുഞ്ഞുങ്ങളോടൊക്കെ സ്നേഹമാണ്. ഇതെല്ലാം ഓർത്തപ്പോൾ മല്ലികയ്ക്ക് അവരുടെ സ്വഭാവത്തെപ്പറ്റി ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ വീട്ടിൽ ഗീതയുണ്ടെന്ന് നീലിമയെ അറിയിക്കാൻ മല്ലിക മറന്നില്ല. മല്ലിക ഉടനെ ഫോണെടുത്ത് നീലിമയെ വിളിച്ചു. മറുവശത്ത് അശ്വിൻ എന്തോ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. നീലിമ ഉടനെ ഫോണെടുത്തു. എന്താ മല്ലികാമേ, എന്ത് പറ്റി? നീലിമ ചോദിച്ചു. അത് മോളെ, ഇവിടെ ഗീത മാഡവും വിശ്വനാഥ് സാറുമുണ്ട്. നിങ്ങളുടെ കൂടെ അത്താഴം കഴിക്കാൻ വന്നതാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ വരുമ്പോൾ അവരവരുടെ കാണുമെന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. മല്ലിക അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. ഗീത കേൾക്കുമെന്ന് കരുതി നീലിമ കൂടുതലൊന്നും ചോദിച്ചതുമില്ല. ഫോൺ വന്ന ശേഷം അവരുടെ മുഖം മാറി സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചു. അവൻ ഉടനെ ചോദിച്ചു, എന്തു പറ്റി? അങ്ങനെ ചോദിച്ചത് കേട്ട് നീലിമ അവനോട് പറഞ്ഞു, വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അത് പറയാനാണ് മല്ലികാമ്മ വിളിച്ചത്. എന്തെങ്കിലും വഴക്കിടാൻ വേണ്ടി വന്നതാണോ എന്നറിയില്ല. അത്താഴം കഴിഞ്ഞിട്ട് പോകാമെന്നാണ് പറഞ്ഞത്, നീലിമ പറഞ്ഞു. അവളുടെ മുഖത്ത് ആശങ്ക പ്രകടമായിരുന്നു. അത് ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് അവളെ നോക്കി. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ അത്താഴം കഴിക്കാൻ തന്നെ വന്നതാണ്. പിന്നെ നിന്നെ ഒന്ന് പരിചയപ്പെടാനും കൂടി വേണ്ടിയാകും. എത്രയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടല്ലേ മരുമകളായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് വന്നതായിരിക്കും. നീ അതോർത്തൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. എന്ത് സംഭവിച്ചാലും ഞാനില്ലേ കൂടെ, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ടപ്പോൾ നീലിമയ്ക്ക് ആശ്വാസം തോന്നി. അവൾ അവൻ്റെ ചുമലിലേക്ക് ചാരിയിരുന്നു. അല്പസമയത്തിനു ശേഷം അവർ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലെത്തി. അവിടെ വരാന്തയിൽ തന്നെ ഗീത നിൽക്കുന്നുണ്ടായിരുന്നു. നീലിമ കാറിൽ നിന്നിറങ്ങാൻ പ്രയാസപ്പെട്ടപ്പോൾ സിദ്ധാർത്ഥ് അവളെ സഹായിക്കുന്നത് കണ്ട് ഗീതയുടെ മുഖം വീണ്ടും ദേഷ്യത്തിൽ ചുവന്നു. ഇവൾക്ക് സ്വന്തമായി നടക്കാനൊന്നും അറിയില്ലേ? ഇപ്പോഴും നീ എന്തിനാ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്? ഗീത നിയന്ത്രണം വിട്ട് ചോദിച്ചു. അത് കേട്ടപ്പോൾ നീലിമയുടെ മുഖം ആകെ വാടി.
സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് ദേഷ്യം പ്രകടമായി. അമ്മ, ഇവൾ ഗർഭിണിയാണെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? കാറിൽ നിന്ന് ഇറങ്ങാൻ സഹായിച്ചെന്ന് വെച്ച് ഇവിടെ എന്ത് സംഭവിക്കാനാണ്? എൻ്റെ ഭാര്യയെ ഞാനല്ലാതെ മറ്റാരാണ് സഹായിക്കേണ്ടത്? അവൻ ചോദിച്ചത് കേട്ട് ഗീത വല്ലാതായി. അവൻ എപ്പോഴും അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. സത്യത്തിൽ അവർക്ക് തീരെ രസിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവർ അത് പുറമേ കാണിച്ചില്ല. ഗീത അവർക്കടുത്തേക്ക് വന്ന് നിന്നിട്ട് ചോദിച്ചു, ഗർഭിണിയായാലും അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കാൻ പറ്റണം. ഇവൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഗർഭം ധരിക്കുന്നത്. പിന്നെന്താ ഇവൾക്ക് ഇതൊക്കെ തനിയെ ചെയ്താൽ? ഗീത നീലിമയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമയുടെ മുഖത്ത് വിഷമം തെളിഞ്ഞു. താൻ സിദ്ധാർത്ഥിൻ്റെ ഭാര്യയായിരിക്കാൻ യോഗ്യയായ ആളല്ലെന്ന് അവർക്ക് അപ്പോൾ വീണ്ടും തോന്നിത്തുടങ്ങി. അമ്മേ, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കാനുള്ള അർഹതയൊന്നുമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നിട്ടും ഇദ്ദേഹം എനിക്ക് എന്നോടുള്ള സ്നേഹം കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും കൂടെ നിൽക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ എന്നെ കുത്തിനോവിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അവൾ ചോദിച്ചത് കേട്ട് ഗീത മറുപടിയില്ലാതെ നിന്നു. ഗീതയുടെ സംസാരം കേട്ട് അവൾക്ക് വല്ലാത്ത വിഷമം വന്നിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. അവൻ ഉടനെ പറഞ്ഞു, അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവളെ വേദനിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ അത് വേണ്ട. ഞാനത് വകവെച്ച് തരില്ല. അത് അവൾ ഗർഭിണിയായിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഇവളിപ്പോൾ എൻ്റെ ഭാര്യയാണ്. ഇവൾക്ക് ഒരു വിഷമവും വരാതെ നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവളെ കല്യാണം കഴിച്ചത്. അവളെ ഇന്ന് ഇങ്ങനെ കുത്തിനോവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സിദ്ധാർത്ഥിൻ്റെ സംസാരം കേട്ടപ്പോൾ അവൻ വല്ലാതെ ദേഷ്യത്തിലാണെന്ന് ഗീതയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരോട് പ്രശ്നമുണ്ടാക്കാൻ നിൽക്കാതെ ഗീത അവിടെ നിന്ന് അകത്തേക്ക് പോയി. നീലിമയുടെ മുഖം വല്ലാതെ വിളറിയിരുന്നു. അവൾക്ക് നല്ല വിഷമം തോന്നി. മുൻപ് പലപ്പോഴും സിദ്ധാർത്ഥിൻ്റെ അമ്മയും മറ്റുള്ളവരും വീട്ടിലേക്ക് വന്നപ്പോഴൊക്കെയും അവളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അവർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോർത്തപ്പോൾ അവൾക്ക് വീണ്ടും വിഷമം തോന്നി. അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, അത്താഴം കഴിച്ച ശേഷം അവരങ്ങ് പോകും. അതൊന്ന് സഹിച്ചാൽ മതി. അമ്മയായതുകൊണ്ട് എനിക്കൊന്നും പറയുന്ന പരിധിയുണ്ടല്ലോ. നീ തൽക്കാലം മുറിയിൽ തന്നെ ഇരുന്നോ. ഞാൻ വിളിച്ചിട്ട് മാത്രം പുറത്തേക്ക് വന്നാൽ മതി. അവളെയും കൊണ്ട് മുകളിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ വിശ്വനാഥനെ നോക്കി നീലിമ ചിരിക്കാൻ ശ്രമിച്ചു. അയാൾ അവളെ കണ്ടതായി പോലും ഭാവിക്കാതെ നിന്നു. അവളെ അവരെല്ലാം ഇങ്ങനെ അവഗണിക്കുന്നത് കണ്ട അവൻ്റെ മുഖത്ത് വല്ലാത്ത വിഷമം പ്രകടമായിരുന്നു. നീലിമ അത് കാര്യമാക്കാതെ മട്ടിലാണ് പ്രതികരിച്ചത്. അത് അവൻ്റെ വിഷമം കൂട്ടി. നീലിമയെ മുറിയിൽ കൊണ്ടാക്കിയ ശേഷം സിദ്ധാർത്ഥ് ഹാളിലേക്ക് ചെന്നു. അപ്പോൾ വിശ്വനാഥനും ഗീതയും അവിടെ ഉണ്ടായിരുന്നു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? കണ്ട ഉടനെ വിശ്വനാഥൻ ചോദിച്ചു. എന്തുദ്ദേശം? ഒരു വിവാഹം കഴിക്കുന്ന അത്ര വലിയ തെറ്റാണോ? സിദ്ധാർത്ഥ് തിരികെ ചോദിച്ചു. വിവാഹം കഴിക്കുന്ന തെറ്റൊന്നുമല്ല. മറ്റൊരാളുടെ കുട്ടിയുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്ന തെറ്റ് തന്നെയാണ്. അതെന്താ നീ മറയ്ക്കുന്നത്? വിശ്വനാഥൻ പറഞ്ഞു. അച്ഛാ, ഞാനൊരു കാര്യം പറയാം. അച്ഛനെ ഞാൻ എൻ്റെ സ്വന്തം മകനായി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി അഥവാ അവൾ മറ്റൊരാളുടെ കുട്ടി തന്നെയാണെങ്കിലും അത് അവളുടെ കഴിഞ്ഞ കാലമാണ്. അത് ചെയ്യാൻ ഞാൻ ആളല്ല. ഇപ്പോൾ അവൾ എൻ്റെ ഭാര്യയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ഉദരത്തിൽ ചുമക്കുന്നു. അത് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. അത് അവളെ പറയുന്നത് കേട്ട് നിൽക്കാൻ എനിക്കാവില്ല. സിദ്ധാർത്ഥ് ദേഷ്യപ്പെട്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് വിശ്വനാഥൻ എന്തെങ്കിലും അയാൾ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വീണ്ടും സംസാരിച്ചു. നീ ലാവണ്യയെ എന്താ അന്വേഷിക്കാത്തത്? അവളെ അന്വേഷിച്ച് അവൻ്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നിരുന്നു. ഞങ്ങൾക്ക് എന്ത് പറയണമെന്നറിയാത്തത് കൊണ്ട് എങ്ങനെയൊക്കെയോ അവരെ പറഞ്ഞു വിട്ടു. ആ പെണ്ണിന് എന്തോ. എനിക്കെന്താ? നീ മാത്രമായിരിക്കും ഉത്തരവാദി. ഇതൊക്കെ നീ അറിയുന്നുണ്ടോ? വിശ്വനാഥൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അയാളെ നോക്കി. അവളെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. അത് നിങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചാൽ മതി. അവൾക്ക് വേണ്ടി എൻ്റെ ഭാര്യയെ കളഞ്ഞിട്ട് പോകാനൊന്നും എനിക്ക് പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം, അവൾക്ക് എന്നേക്കാൾ യോഗ്യനായ വേറൊരാളെ കിട്ടും. ഇനി അഥവാ അവൾക്ക് സാമ്പത്തികമായി വല്ല നഷ്ടവും ഉണ്ടെങ്കിൽ അത് കൊടുക്കാനും ഞാൻ തയ്യാറാണ്. ഇതല്ലാതെ എനിക്ക് കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവൾ സ്വന്തമായി പ്ലാൻ ചെയ്ത് ഓരോ കെണിയൊരുക്കി അതിൽ ചെന്ന് വീഴുന്നതിനൊക്കെ ഉത്തരം പറയാൻ നിൽക്കലല്ല എൻ്റെ പണി. പിന്നെ മറ്റൊരു കാര്യം, അത്താഴം കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ അങ്ങ് പോകില്ലേ? സിദ്ധാർത്ഥിൻ്റെ ചോദ്യം അർത്ഥം അവർ വന്നത് അവനിഷ്ടമായില്ല എന്ന് തന്നെയായിരുന്നു. അത് മനസ്സിലാക്കിയപ്പോൾ ഗീത വിശ്വനാഥൻ്റെ നേർക്ക് നോക്കി.